திவ்யா, திவ்யா, இங்க வாமா. தா வரேன். எதுக்கு அம்மா கூப்பிட்ட? இது சொல்றேன். மா, ரொம்ப நல்லா இருக்கியே. இத்தனை வேகம் கம்ப்ளீட் பண்ணிட்டியா? നീയും പോട്ട് പഠിയുമാ. വേറൊരുത്തും വീട്ടിക്ക് പോകേണ്ടവളാക്കും. ഇതെല്ലാം നന്നാ പഠിച്ചു വെച്ചുക്കോ. மா, அண்ணன் இனி எழுந்திருக்கல. போய் அவனை எழுப்புமா. அப்பா கோயிலிருந்து வரதுக்குள்ள குளிச்சு ரெடியா இருக்க சொல்லு. விசேஷ நாள் இல்ல? சரிம்மா. அண்ணா எழுந்துரு அண்ணா, எழுந்துரு அண்ணா. அண்ணா எழுந்துரு. அப்பா கோவில இருந்து வரத்துக்கு ஆச்சா. அம்மா குளிச்சு ரெடியாக சொன்னா. காலையில உனக்கு வர வேலை இல்லையா? பொடி வெறுமனே திட்டு வாங்கிக்காத. குளிச்சு ரெடி ஆயிடு. அப்பா இப்ப வருவா. அம்மா, அம்மா, என்னம்மா? அம்மா, அம்மா, அண்ணா என் தலையில கொட்டினார். வேகம் ரெடியா இருந்தாதா? அப்பா கோவிலிருந்து வரதுக்கு டைம் ஆச்சு. நான் தான் அவகிட்ட உன்னை எழுப்ப சொன்னேன். எழுப்பினதுக்கு தலையில கொட்டின அம்மா. உள்ள ஒன்னும் இல்ல, உடஞ்சு போயிடுமா? உள்ள ஒண்ணும் இல்லாமல ஸ்கூல் ஃபர்ஸ்ட் ஆயனே, அது போரும். அடுத்த வருஷமாவது என்ன காலேஜ்ல சேர்க்க பாருமா. டெஃபினட்டா பார்க்கலாமா? எல்லாருக்கும் என்ன காலேஜ்ல சேர்க்கணும்னு மனசுல இருக்கு. அடுத்த வருஷம் பார்க்கலாம். நீ போய் அண்ணாக்கு காப்பி எடு. சரிம்மா. சீக்கிரம் குளிச்சு ரெடி ஆயிடுனாதா. அப்பா வந்துருவாரு. எத்தனை வருஷம் இதெல்லாம் பண்றோம், இதுவரை ஏதாவது நன்னா நடந்திருக்கா? உனக்கு எம்ஏல நல்ல மார்க் கிடைக்கலையா? நாளைக்கு நல்ல வேலையும் கிடைக்கும். சாஸ்திரங்களோட பிள்ளைக்கு நல்ல வேலை. யூ ஆர் இன் ஃபூல்ஸ் பாரடைஸ்மா. பி பிராக்டிக்கல். ஒரு வேலை கிடைக்காம இருக்க ஒரு காரணம் இதாக்கும், இந்த பூணூல். ഞാൻ അങ്ങോട്ട് അന്വേഷിച്ചിറങ്ങിയതാ. എന്നയോ? അതെ, ആവണി ഔട്ടമാണ്. ഇന്ന് അവധി തരണം. എന്താ ശാസ്ത്രികൾ ഈ പറയുന്നത്? വിശേഷ ദിവസമാണ്, അവധി വേണം. ശാസ്ത്രികൾ ഇതിനൊക്കെ അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും അങ്ങനെയല്ലല്ലോ. ഞാൻ അങ്ങയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ഥിതിക്ക്. അത് ജോലി ശമ്പളമൊന്നും അല്ല. ഞാൻ മാസം തോറും തരുന്ന ദക്ഷിണയായിട്ട് കരുതിയാ മതി. സത്യം പറഞ്ഞാൽ അങ്ങ് തരുന്ന ആ പണം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. സാമവേദിയാണ്, കശ്യപ ഗോത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? ഈ ഗ്രാമത്തിൽ ഇപ്പോൾ 10-30 കുടുംബങ്ങളുണ്ട്. അതിൽ തന്നെ പലരും മദ്രാസിലേക്ക് മാറുകയാണ്. വർഷത്തിൽ 1-2 ചടങ്ങുകൾ നടന്നെങ്കിലായി. ഇല്ല ശാസ്ത്രികളെ, ഇപ്പോ ഉള്ള ഈ ബുദ്ധിമുട്ടെല്ലാം മാറും. മകൻ നല്ല മാർക്കോടെ MA പാസ്സായില്ലേ? അവനൊരു ജോലി കിട്ടിയെല്ലാം ശരിയായില്ലേ? ബ്രാഹ്മണനായി ജനിച്ചു എന്നൊരു ശാപം കിടക്കുന്നല്ലോ. പല ജോലിക്കും അതൊരു തടസ്സമാണ് കൗണ്ടറെ. വരൂ. ഒന്ന് ഇറങ്ങിയിട്ട് പോവാം. വേണ്ട, കർമ്മങ്ങൾ നടക്കട്ടെ. കർമ്മങ്ങളൊക്കെ നടന്നോളും. ഇറങ്ങിയിട്ട് വരൂ, വന്നോളൂ. ലക്ഷ്മി, ആര് വന്നിരിക്കാ പാര്. അങ്ങോട്ടിരിക്കാം. வணக்கம். வணக்கம் வணக்கம்.
ലക്ഷ്മി നല്ലൊരു കാപ്പി ഇട്. ആ, ഇപ്പൊ ഒന്നും വേണ്ട. അതാ ഇങ്ങ വാ. யாரு வந்திருக்கா பாரு. തെരീം. നീ എങ്ക പറ ഇന്നൊക്കെ ആവണിയാവട്ടമാക്കും. ഞാൻ ലൈബ്രറിയിലേക്ക് പോവാം. ആവണിയാവട്ടത്തിന് പത്രങ്ങൾക്കൊന്നും ഒഴിവില്ലല്ലോ. വൈകിപ്പോയാൽ നല്ല അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും കീറിക്കൊണ്ട് പോകും. അപ്പൊ കർമ്മങ്ങൾ വന്നിട്ട് ചെയ്യാം. ഇത്രയും കാലം ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയില്ലല്ലോ. ആ, അവന്റെ സ്വഭാവം നാൾക്ക് നാൾ വഷളായിട്ട് വരികയാ. എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞില്ലേ, ഒരു ജോലി കിട്ടി അവന്റെ സ്വഭാവം എല്ലാം മാറും, അവൻ നന്നാവും. ശ്രാവണ മാസത്തിലെ അവിട്ടമാണിന്ന്. പണ്ടെല്ലാം വേദാധ്യായനം തുടങ്ങുന്നത് ഈ ദിവസാ. ഇപ്പോ വെറും ചടങ്ങിന് തർപ്പണവും മൃഷ്ടാന്ന ഭോജനവും അത്രമാത്രം. അപ്പോ നാ ഇറങ്ങട്ടെ ശാസ്ത്രികളെ. ആ, ശരിമ്മ. ഓ ശരി. ശരി. லட்சுமி, என்னம்மா நம்ம நாதன் இப்படி எல்லாம் பேசுறான்? நம்ம நிலைமை மோசம்தான், இல்லைன்னு நான் சொல்லல. இருந்தும் அவன் எம்ஏ வரை படிக்கலையா? வேலை கிடைக்கலன்னு அவன் ரொம்ப வருத்தப்படுறான். ம். என்னைக்கும் டியூஷன் சொல்லி கொடுத்து வாழ்க முடிய போறேன்னு சொல்லிக்கிட்டே இருக்கான். ആ, തന്നെ രാവിലെ കണ്ടില്ലല്ലോ മാഷേ. ഓ, ഒന്ന് ടൗൺ വരെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. താനെന്നാകെ മൂഡൌട്ടിലാണെന്ന് തോന്നുന്നു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു. എന്താണ് ഇത്ര ആലോചിക്കാൻ? ഓരോന്നും. ദിവ്യയുടെ പഠനം, ഞങ്ങളുടെ കഷ്ടപ്പാട്. അത് ഒരിടത്ത് മാത്രമല്ലല്ലോ. ആ, ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടെ എത്ര മണ്ടന്മാരും വണ്ടികളും കോളേജിൽ പഠിക്കുന്നു. എൻ്റെ അനിയത്തി സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. ജസ്റ്റ് ഫോർ ലാക്ക് ഓഫ് മണി ഷീ കുഡ് നോട്ട് പെർസ്യൂ ഹർ സ്റ്റഡീസ്. ഒരു കൊല്ലം നിൽക്കട്ടെ എന്ന് കരുതി. അടുത്ത വർഷമെങ്കിലും കോളേജിൽ ചേർക്കണം. ഒരു ലോൺ അപ്ലൈ ചെയ്യാമായിരുന്നില്ലേ? ജീവിക്കാനുള്ള ബദ്ധപ്പാടിൽ പഠിത്തത്തിന് അത്ര സ്ഥാനം നൽകിയില്ല. പോർ ഗേൾ. ഓ, പഠിച്ചിട്ട് എന്ത് കാര്യം? എന്നാലും അങ്ങനെയല്ലല്ലോ, ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. സോ അനദർ ഡേ ഈസ് ഓവർ. ഒന്ന് പിടിച്ചോടറോ. മോള് ഇത്ര വലിയ ചാക്കൊന്നും എടുക്കണ്ട, കുറച്ച് വെള്ളം കുടിക്കാൻ തരും. നീല തീ കൊണ്ടാ കളിക്കുന്നോന്ന് ഓർത്തോ? തീ എനിക്ക് പുല്ലാടാ, പുല്ല്. പക്ഷെ ഇത് അങ്ങനെയല്ല. കനക ആരാന്നറിയോ? അറിയാം, കനകം. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഈ കളി കണ്ടറിഞ്ഞ അയാൾ ബാക്കി വെച്ചേക്കില്ല. ഓ, ചെരക്കും. നീ പോയി എഴുന്നള്ളിക്കാതിരുന്നാ മതി. ആ, ആ. അവക്ക് ഇഷ്ടമായ പിന്നെ നിനക്കെന്താ കുഴപ്പം? ആ, എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേഗം കയറ്റടോ. മുമ്പിന്ന് മാറാ ശൗമേ. വേല അതൊക്കെ നോക്കിക്കൊള്ളേ. ഞാനേ പിന്നെ മോള് ഇത്ര വലിയ ചരക്കൊന്നും എടുക്കണ്ട, അല്ല ചാക്കൊന്നും എടുക്കണ്ട. സൗന്ദര്യം പോവും, ബ്യൂട്ടിയെ. ആ നീലക്കമ്മലെന്തേ? മേത്തൊക്കെ ആയനെ. ഭാഗ്യം, ഒന്നും പറ്റിയില്ല. കാലത്തെ കുളിച്ചതാണേ. സ്വാമിയേ, ആ ഗോഡൗൺ മുറിയുടെ താക്കോലിങ് എടുത്തേ. എന്താ ചെയ്യാ? എന്റെ നീല അതൊന്ന് ഓഫാക്കി കൂടെ? ചെവി പൊളിയണു. സെൽഫ് കമ്മിയാ സ്വാമി. ഏത് നിർത്തിയാലേ സ്വാമി ഉന്തേണ്ടി വരും. വയസ്സുകാലത്ത് അത് ബുദ്ധിമുട്ടാവില്ലേ? ദിവ്യ,
പോയി അമ്മ കിട്ടുക താക്കോല് വാങ്ങിട്ട് വാ. ആ മതി മതി പോകോളൂ. ബാക്കിയുള്ള നാളെ ആവാം. ദാ. ആ. ഛെ, എന്നാ ക്ലാസ് നിർത്തിയിട്ടാളാ? அந்த டிராக்டரை ஒச்சையில கிளாஸ் எடுக்க முடியல. useless fellow, rascal. என்ன நினைச்சிட்டு இருக்காவன்? அடுத்து கட்டணும். திவ்யா என்னப்பா? இங்க வா. உட்காரு. முதுகு கொஞ்சம் தடவித்தா. ஏய் மெதுவா. ஆ. ഡാ, അവിടെ നിന്നേടാ. എന്തിനാണ് അത് ഓഫാക്കിയത്? സെൽഫ് ഇല്ലാത്ത വണ്ടിയാ. സ്റ്റാർട്ടാക്കാൻ എന്ത് പാടുന്നറിയോ? ഓസിക്ക് താമസിക്കുമ്പോഴേ കുറച്ച് ഒച്ചമ്പോളോ കേൾക്കേണ്ടി വരും. നായിന്റെ മോൻ വേഗം പണി തീർക്കണതില്ല. തലയിൽ ഒരു ചാക്കല്ലേ വെക്കാൻ പറ്റൂ. എന്ത് കണ്ടുകൊണ്ടായി വിത്തങ്ങൾ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നാവും? മുതലാളിയെ ഒന്നും കാണാണ്ടത് ചെയ്യൂല. ആ, ഒന്നും കാണാതെ ചെയ്യില്ല. அடி. ஐயோ சாரிப்பா. சாரி சாரி. அம்மா காப்பி. ஆ நாதனுக்கு காப்பி. உட்காருப்பா, இதை எடுக்கிறேன். உட்காரு. அவ போயாச்சா? ஆ போயிருப்பா. நான் வண்டி ஆஃப் ஆக்கிட்டு உள்ள வந்தேன். எதுக்கடா இந்த வம்பெல்லாம்? வெறுமனே சண்டைக்கு நிக்கலாம். கடைசியில அவ சொல்றது சரின்னு ஒத்துக்கணும். நன்னாச்சன் ஆஃப் பண்ணிது. அந்த நீல் நாளை சரியில்லை. நம்ம டஃபா இருக்க வேண்டிய இடத்துல விட்டு கொடுத்தா இவ எல்லாம் தலையில ஏறுவா. When you want to say no, don't say yes. வெறுமனே யாருக்கிட்டையும் சண்டைக்கு போகாதே. எல்லாரும் ரொம்ப மோசம். நான் அப்பா மாதிரி ஆகணும்னு வேண்டிக்காதே, கொஞ்சம் கூட டஃபா இருக்கணும்னு வேண்டிக்கோ. സ്വഭാവത്തിലെ அப்பா மாதிரி இருந்தா போதும். வேலை கிடைச்சு பெரிய ஆளானாலும் நீ எங்க பிள்ளைதா? நம்ம நிலையை விட்டு நமக்கு தாழ முடியாது நாதா. அவாக்கு அது முடியும். வேண்டி வந்தனா தாழ முடியும். இந்த சொசைட்டி அப்படி ஆயாச்சு. உங்க காந்திசம் பேசி பிரயோஜனம் இல்லை. ஏதோ அப்பா, நீ படிச்சவன். ஏது சரி ஏது தப்புன்னு புரிய வேண்டிய வயசும் ஆயிடுச்சு. சொன்ன அவ்வளவுதான். அப்பா நானும் வரேன். நாதா, ஏன் நீ எல்லாருக்கிட்டையும் சண்டைக்கு போற? കൂപ്പിൽ കൊണ്ടുപോയി എന്റെ കാർത്തികേയനെ ക്ഷീണിപ്പിച്ചല്ലോടാ. ആ ഇവനതൊന്നും കഴിക്കുന്നില്ലേ? ആ മതി കഴിക്കത്. നീ പോയി വെള്ളം ചൂടായിരിക്കാൻ നോക്ക്. ആ ചെളിയാ. എന്തായി? എല്ലാം കളത്തിൽ ഒതുങ്ങിയോടാ? കഷ്ട അരലോട് ബാക്കിയായി. അത് സ്വാമിയുടെ വീട്ടിൽ ഒതുക്കി. ആ താക്കോലി അവിടെ വെച്ചേക്ക്. സ്വാമിയുടെ വീട്ടിൽ തന്നെ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നോ? അവിടെ വെച്ചത് തന്നെ അവർക്ക് അത്ര അങ്ങ് രസിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ആ ചെക്കൻ വന്ന് വണ്ടി ഓഫാക്കിട്ട് പോയി. പിന്നെ ഉന്തിയ സ്റ്റാർട്ടാക്കിയത്. അതിന്റെ ബാറ്ററി നാളെ മാറ്റിക്കോ. ഓ, ആ ചെറുക്കൻ ആളത്ര ശരിയല്ല. കുറച്ച് മറിയാതെ കാമിയാ. ആ സാരല്ല, അവനെ മാത്രം നോക്കിയാ പോരല്ലോ. അത് ശരിയാ. ഒന്നുമില്ല, ഈ വിലക്ക് അടക്കം വെക്കാൻ പറ്റില്ല. വില ഇത്തിരി പൊങ്ങട്ടെ എന്ന് പറഞ്ഞതാ. അവിടെ കിടന്ന് മുളച്ചാലും ഞാൻ കൊടുക്കില്ല. ആ ഏലവും കുരുമുളകും കൊണ്ടാ ഒന്ന് പിടിച്ചു നിൽക്കുന്നത്. അവിടെ കിടക്കട്ടെ, നല്ല മൂത്ത അടക്കല്ലേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മുതലാളി. ആ പോന വഴിക്ക് ആനക്ക് നാളത്തെ പട്ട കേൾപ്പിച്ചേക്ക്. ആ ശരി. എന്താ ഇത്ര വൈകിയത്? ഞാൻ കുറെ നേരം കാത്തിരിക്കായിരുന്നു. അങ്ങനെ വൈകിട്ടൊന്നുമില്ല. നേരം ഇനി എത്ര കിടക്കുന്നു? വരൂ, ഭക്ഷണം കഴിക്കാം. ആ ഞാൻ കഴിച്ചതാ, നീ കഴിച്ചോ? എല്ലാം ഉണ്ട്. ആ നൈറ്റിൽ കഴിക്കുന്ന ശീലമില്ല.
എന്നാലും ഒരു നൈറ്റ് ക്യാപ്പ് ആകാം. ഏയ് കുറച്ച് കുറച്ച്. എനിക്കങ്ങ് ധൃതിയായി. നിനക്ക് ഇത്ര ധൃതി ഉണ്ടാകുന്നതാ എനക്കിഷ്ടം. ഇത്ര സ്പീഡിൽ കഴിക്കണ്ട, ഉറങ്ങിപ്പോവും. അതിനെന്നെ ഉറക്കില്ലല്ലോ. ആ, ഈ മദ്യത്തിനെ പറ്റി ഒരു മഹാൻ പറഞ്ഞെന്താന്നറിയോ? ഓ, എനിക്കറിയില്ല. ഇതാവേശം കൂട്ടും, പക്ഷെ പ്രകടനം മോശമാക്കും. ആ, പണ്ട് പഠിച്ച ചിലതൊക്കെ ഇപ്പോഴും തലയിലുണ്ട്. ഇറ്റ് പ്രൊവോക്കറ്റ് ദ ഡിസയർ ബട്ട് ടേക്കത്ത് അവേ ദ പെർഫോമൻസ്. അതുകൊണ്ട് വെറുതെ അങ്ങോട്ട് വലിച്ചു കേറ്റരുത്. ഇപ്പോ എനിക്കുള്ള ആവേശം ലഹരിയുടേതല്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായിട്ടാണോ കാണുന്നത്? നീ ഒരു സുന്ദരിയാടി. நான் இறங்குறேன் அம்மா. ശരി, സൂക്ഷിച്ചു പോങ്കോ. ടോർച്ച് നല്ല വെളിച്ചെടുക്കില്ലയാ. ஆ இதெல்லாம் போதும். ம் വാ കണ്ണ, സാപ്പിട്ടിട്ട് നീ വായിച്ചുക്കോ. ദിവ്യ സാപ്പിട്ടാച്ചാ? കുഞ്ഞാലി. ആഹാ, ഇന്നാ പിടിച്ചോളി. സാമി എന്നും കറക്റ്റ് സമയത്താ. വാച്ചില്ലാണ്ട് നിങ്ങള് എങ്ങനെ ഒപ്പിക്കണത്? ദിനചര്യയിൽ വലിയ മാറ്റമൊന്നും ഇല്ലാത്ത ജീവിതമായിപ്പോയി കുഞ്ഞാലി. അതാ സമയം തെറ്റാത്ത. கடவுளே காப்பாத்து. പുതിയ തൊഴിൽ വാർത്ത വന്നോ? അതോ, വന്നിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സർ. ആ, ഗായത്രിയോ? മോർണിംഗ്. സാറിന് ലീവാണോ? അല്ല, എന്താ ചോദിച്ചത്? ഓ, വെറുതെ ചോദിച്ചു മാത്രം. ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ സമയത്താ എന്നും ഇതിലെ വരാറുള്ളത്. സാറിന് ആദ്യമായിട്ട് ഈ വഴി കാണുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ഇതിലും നേരത്തെയാണ് ഈ വഴിക്ക് വരാറ്. ഇന്ന് വായനശാലയ്ക്ക് വരാൻ ഇത്തിരി വൈകി. അപ്പോ എന്നും വരാറുണ്ടോ? ആ, ഉണ്ട്. ഇന്നലെ ആ പാറശ്ശേരി മാഷിന്റെ ക്ലാസ്സിലിരുന്ന് ആകെ തൊലി എറിഞ്ഞു പോയി. ശാലിനി ഒരുപാട് കരഞ്ഞു. സാറാ കുട്ടിയായിട്ട് ആകെ വാട്ടി. സെക്കൻഡ് ലാംഗ്വേജ് മലയാളം വേണ്ടായിരുന്നു വരെ തോന്നി. പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യായിരുന്നില്ലേ? അതിനാർക്ക ധൈര്യം? പിന്നെ സാറ് ക്ലാസ്സിൽ പറയുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ? ആൺകുട്ടികൾക്കൊക്കെ അയാളുടെ ക്ലാസ് ഹരവാ. അവരാരും വരില്ല. വല്ലാതെ വേണ്ടാത്ത പറയുകയാണെങ്കിൽ ആരെങ്കിലും ധൈര്യത്തോടെ ചെന്ന് പറയണം. അതുകൊണ്ടൊന്നും സംഭവിക്കില്ലല്ലോ. ഇന്നെന്തെങ്കിലും തീരുമാനം എടുക്കും ഞങ്ങള്. ആ, അത് പോട്ടെ. എത്ര മണിക്കാ കുട്ടിയുടെ ബസ്? 8:40. 9 മണിക്ക് ടൗണിലെത്തും. പിന്നെ 10 മിനിറ്റ് നടക്കണം. അച്ഛൻ പറഞ്ഞതാ കോളേജിൽ പോകാൻ കാർ ഉപയോഗിച്ചോളാൻ. എനിക്കത് ഇഷ്ടമല്ല. ബസ്സിലൊക്കെ പോകുന്നതിലൊരു ത്രില്ലുണ്ട്. പണ്ട് ഞാനും ഈ ബസ്സിലാ കോളേജിൽ പോയിരുന്നത്. നോട്ട് വെരി ലോങ് അഗോ. ഇന്നലെ കഴിഞ്ഞ മാതിരി തോന്നുന്നു. ഒബ്വിയസ്ലി. സാറിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അധികം ആയിട്ടുണ്ടാവില്ലല്ലോ.
ആ നിയർലി 2 years now. സാറ് വൈകുന്നേരം ക്ലാസ്സിലുണ്ടാവോ? സത്യം പറഞ്ഞ ട്യൂഷനുള്ളതുകൊണ്ട് എത്രയൊക്കെങ്കിലും പഠിക്കാൻ കഴിയുന്നത്. കോളേജിലെ പഠിപ്പിക്കലൊക്കെ കണക്കാ. ആ എനിക്ക് ലീവില്ല, വൈകിട്ട് ക്ലാസ്സിന് കാണാം. ഉം? ഇവന്മാരുടെ കാര്യം. ആ സാറിന് കുട്ടികൾക്കൊക്കെ എന്തൊരു ബഹുമാനമാണെന്നുണ്ടോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. സാറിന് ഞങ്ങൾക്കും നല്ല ബഹുമാനമാ. ഓ എന്ത് ചെയ്യാനാ, ബഹുമാനം കാരണം ഇനിയും ജീവിതത്തിലോട്ട് ഒരു പെണ്ണ് വന്ന് കയറിയിട്ടില്ല. പിന്നൊരു കാര്യം, ഈ ബഹുമാനം എന്ന് പറയുന്നത് സ്വർണം കൊണ്ടുള്ള പഴവാ, മനസ്സിലായോ? വിശക്കുന്നവൻ അത് തിന്നാനൊക്കുകയല്ല. പെണ്ണ് ജീവിതത്തിലേക്ക് വരുന്നതിന് സമയം എത്ര കിടക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. പറ്റിയ പാഠവുമാണല്ലോ. വള്ളത്തോളിന്റെ പ്രാഗൽഭ്യം കവിച്ചു വെക്കാൻ ഇപ്പൊ സാറ് മാത്രമേ ഉള്ളൂ. ആരാധ മോനെ ഗണേശ, ഇത്തിരി അശ്ലീലമൊക്കെ എല്ലാവർക്കും ഇഷ്ടാ. അത് മനസ്സിലാക്കി ഞാൻ ഇത്തിരി വിളമ്പി കൊടുക്കുന്നു അല്ലേ പറയാമേ. സാറിനെതിരെ ഒരു കംപ്ലൈന്റ് പോകാൻ വഴിയുണ്ട് എന്നാ ഞാൻ മനസ്സിലാക്കിയത്. അതൊന്നും നടക്കില്ലടോ. ഇനിയിപ്പോ നടന്നാൽ തന്നെ എനിക്കൊരു ചുക്കുമില്ല. ഇവിടെയുള്ള വലിയ 2 ട്യൂട്ടോറിയലുകാർ എന്നെ അങ്ങോട്ടും എല്ലാം പ്രലോഭിപ്പിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ ക്ലാസ്സിലെ തെറി ഇത്തിരി കുറയ്ക്കാം. എന്താ? എനിക്കറിയില്ലടോ. നമ്മൾ പഠിപ്പിക്കുമ്പോൾ തെറി ലേശം മിക്സ് ചെയ്താൽ കുട്ടികൾ ശ്രദ്ധിക്കും, മനസ്സിലാക്കും. മനുഷ്യന് ഏറ്റവും താല്പര്യമുള്ള വിഷയം തെറിയാണെന്ന് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു ക്രോണിക് ബാച്ചിലർ ആണെങ്കിലും ആ വിഷയത്തിൽ തീരെ പരിചയമില്ലാന്ന് കരുതരുത്. അതെനിക്ക് അറിഞ്ഞൂടെ. എല്ലാവരും അറിഞ്ഞുള്ളണമെന്നില്ലല്ലോ. നമ്മുടെ ഈ സുന്ദരമായ ഭൂമിയിൽ എല്ലാം സെക്സിൽ അധിഷ്ഠിതമാണ്. നാം സെക്സിൽ ജനിക്കുന്നു, സെക്സിൽ ജീവിക്കുന്നു, സെക്സിൽ മരിക്കുന്നു. മനസ്സിലായില്ല. എന്ത്? സെക്സിൽ മരിക്കുന്നത് എങ്ങനെയാന്ന് ക്രമേണ മനസ്സിലാവും. എങ്ങനെ? ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച ഒരു പൂമ്പാറ്റ തേൻ നുകരുന്നതാണ്. കവികൾ അത് വർണ്ണിക്കും. പക്ഷെ ഒരു ആക്ട് ഓഫ് സെക്സ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റൂ. നമ്മൾ കഴിക്കുന്ന പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, പച്ചക്കറികൾ എല്ലാം ഒരു പ്രോഡക്റ്റ് ഓഫ് സെക്സ് ആണ്, അല്ലേ രുക്മിണി? കാമുകിക്ക് കാമുകനോടുള്ള ഇഷ്ടം, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഇഷ്ടം, പെൺകുട്ടികൾക്ക് അച്ഛനോടുള്ള ഇഷ്ടം, ആൺകുട്ടികൾക്ക് അമ്മയോടുള്ള ഇഷ്ടം, എല്ലാം സെക്സിൽ അധിഷ്ഠിതമാണ്. സെക്സ് ഇസ് ദി ഹൈയസ്റ്റ് ഫോം ഓഫ് എനർജി എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. കേട്ടിട്ടില്ലേ ഫ്രോയിഡ്? ശരിയായ ഉച്ചാരണം ഫ്രൈറ്റ്. ഈ അടുത്തടുത്തൊരു വാരിക വായിച്ചതാ. ഫ്രോയിഡ് എന്ന് കേട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രോഡ് എന്നാ കേട്ടിരിക്കുന്നത്. അത് താൻ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. പിന്നെ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഏത് പാറാശ്ശേരി ഇത്തിരി ഓപ്പണ, ആർക്കും വായിക്കാവുന്ന ഒരു തുറന്ന പുസ്തകം, ആർക്കും കയറി വായിക്കാം. ഇന്നും പാറശ്ശേരി ഫ്രോയിഡൻ തിയറീസ് പറഞ്ഞൊന്ന് ഷൈൻ ചെയ്തു. യഥാർത്ഥത്തിൽ ഫ്രോയിഡ് ഇയാൾ പറഞ്ഞതുപോലൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഓ ആർക്കറിയാം, ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ അയാൾ അങ്ങനെയാണ്. ആയിരിക്കാം. എല്ലാവരും അവരവർ ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നു, അതുപോലെ പാറശ്ശേരിയും. പക്ഷെ അതിനും അപ്പുറം ഒരു കാര്യം, അയാൾ പറയുന്നതിൽ ചില സത്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും മൂടി വെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ സത്യങ്ങൾ. ഓ പാറശ്ശേരിയുടെ വാചകം അങ്ങ് സീരിയസ് ആയിട്ട് എടുത്തോ? അയാൾ അയാളെ തന്നെ വിലയിരുത്തുകയായിരുന്നു. അങ്ങനെ നമ്മളാരും എപ്പോഴും ചെയ്യാറില്ലല്ലോ. ആ ഒരു ക്വാളിറ്റി അപ്രീഷിയേറ്റ് ചെയ്തേ ഒക്കൂ. നീ ഇത് ഇത്ര സീരിയസ് ആക്കി എടുക്കുമെന്ന് അയാൾ വരെ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ചില കാര്യങ്ങളുണ്ട് വളരെ കാഷ്വലായിട്ട് പറയുന്നവ, പക്ഷെ ചിലപ്പോ അവ മനസ്സിൽ തട്ടും. നമ്മുടെയൊക്കെ ഹിപ്പോക്രസി അയാൾ കളിയാക്കിയ പോലെ തോന്നി. നമ്മുടെ മാത്രമല്ല, എല്ലാവരുടെയും. കമോണിയാർ, അയാളെ ഊതി വീർപ്പിക്കാതെ, അല്ലേ തന്നെ നിലത്ത് നിൽക്കുന്ന സ്വഭാവം ഇല്ലാത്തതാ. ഇത് എന്റെ അടുത്ത് പറഞ്ഞോടുകൂടി നിർത്തിയേക്ക്. ശരി. ആ നാദം വந்தாச்சு. பாத்தி அண்ணா எப்படி இருக்கு? കൊള്ളാം. മതി മതി, അളവ് നോക്കിയത് വേഗം കൊടുത്തിട്ട് പോ. என்ன நாத்த சொல்ற? ഒരുത്തനെ നമ്പ കൂടാതമ്മ, ഇവ എല്ലാം യാർ തെരിയുമാ? அது போதும்மா, அவருக்கு என்ன கண்ணுக்கு பிடிக்கல போல இருக்கு. எல்லாமே எത്രயாச்சு? 20 ரூபாயாச்சு. தாங்கோ. 20. சரிம்மா. இவன் ஆடுகிட்ட எப்படி பேசுன்றது தெரிய மாட்டேங்கிறது. அம்மா, கோவில்ல போய் பிரசாதம் வாங்க வேண்டாமா? நான் போயிட்டு வரட்டுமா இல்ல நீங்களும் வரீங்களா? நீ போயிட்டு வா, நேரம் இருட்டுறது, வேகம் வந்துடு. சரிம்மா, நான் போயிட்டு வரேன். എന്താ എന്ത് പറ്റി? എന്ത് പറ്റി മോളെ? എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വിടാമോ? അതിനെന്താ, എന്താ കാര്യം പറ.
അമ്പലത്തിൽ നിന്ന് പോരും വഴി ഒരാൾ എന്റെ പുറകെ കൂടി. ഞാൻ പേടിച്ചിങ്ങ് കയറിയതാ. നീ അങ്ങോട്ടാ പോയത്. ആ നീ ആ ടോർച്ച് എടുത്തോണ്ട് പോയി മോളെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. ചെല്ല്, വാ മോളെ. പോയിട്ട് വരട്ടെ അമ്മ. ശരി. വാ പോവാം. പേടിച്ചു പോയോ? ആരെന്ന് മനസ്സിലായോ? സംശയമുണ്ട്. സമയം അധികമൊന്നും ആയിട്ടില്ല, എന്നാലും ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലമാ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേശ്വരി. ആ നാഥൻ എവിടെ? എന്താ മോനെ? ഏയ് ഒന്നുമില്ല. എന്താ ഗണേഷ്, വാട്ട് ഹാപ്പൻഡ്? ദിവ്യ അമ്പലത്തിൽ നിന്ന് വരുമ്പോ ആരോ പിന്നാലെ കൂടി. അവൾ ഓടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഞാൻ കൊണ്ടാക്കാൻ വന്നതാ. ഞാൻ പറയുമ്പോഴേ എല്ലാവർക്കും വിഷമം. എന്തിനാ ഈ നേരത്തെ ഇവളെ ഒറ്റയ്ക്ക് അയച്ചത്? யாருமா? இல்லம்மா, நான் பார்க்கல. யாருன்னு தெரியாது. இனிமே அது மேல பிரச்சனை வேண்டாம். താങ്ക്സ് ഗണേഷ്. ഇറ്റ്സ് ഓക്കെ. എന്താണ് ഇതൊക്കെ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി മോനെ, ரொம்ப നന്ദി. ശരി. കണ്ടു പഠിച്ചില്ലെങ്കിൽ കൊണ്ടു പഠിക്കും. திவ்யா, பயப்பட வேண்டாம். இந்த ஊர்ல நம்மளை யாரும் ஒண்ணும் செய்ய மாட்டா. நீ ശാസ്ത്രികളുടെ പെണ്ണാക്കും. ശാസ്ത്രികളുടെ പൊണ്ണാക്കും. അമ്മ, ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ട. ഇനിമേ ഒറ്റയ്ക്ക് പോകக்கூடாது. നേരം വെട്ടിന. പെൺകുട്ടികൾ വളരുമ്പോൾ അമ്മമാർക്ക് ശ്രദ്ധ വേണ്ടത്. ഞാൻ പിന്നെ ഗണേശിന്റെ മുമ്പ് വെച്ചൊന്നും പറയണ്ടെന്ന് കരുതിയാ. I am that man with helmet made of thorns, who wandered naked in the desert place, wept with a sweating sky that I was born, and wore disaster in my winter face. ഇത് അനോട്ടേഷന് വരാവുന്നതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു ലോകത്തേക്കാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ പോകുന്നത്. കോമ്പറ്റീഷൻ മീൻസ് ബോത്ത് ഫെയർ ആൻഡ് അൺഫെയർ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നല്ല മത്സര ബുദ്ധിയോടെ വേണം പരീക്ഷയെ സമീപിക്കാൻ. അവോയ്ഡ് എ കാഷ്വൽ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ വളരെ വിലയേറിയതാണ്. യു വിൽ നെവർ ബി ഏബിൾ ടു കോമ്പൻസേറ്റ് ഫോർ ദ ഡേയ്സ് ലോസ്റ്റ് നൗ. നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലേ അതിനുമേൽ നല്ലൊരു കെട്ടിടം പണിയാനാവൂ. റിമെമ്പർ, Rome was not built in a day. The whole world is open in front of you. Thank you. ഞാൻ ആലോചിക്കുക, ഞാനൊക്കെ സത്യത്തിൽ ഔട്ട്ഡേറ്റഡ് ആയി പോയെന്ന് തോന്നുക. എ മിസ്ഫിറ്റ് ലൈക്ക് മൈ ഫാദർ. ഇന്ന് ജോബ് അഡ്വർടൈസ്മെന്റ് നോക്കിയപ്പോൾ 7 out of 10 കമ്പ്യൂട്ടർ നോളജാണ് ചോദിക്കുന്നത്. എങ്ങനെയെങ്കിലും അത് പഠിച്ചാലേ രക്ഷപ്പെടൂ. നിയറസ്റ്റ് സെന്റർ ഒരു 50 കിലോമീറ്റർ ദൂരെയാണ്. എന്നും പോയി വരാന്ന് കരുതിയാലും നടക്കുമെന്ന് തോന്നുന്നില്ല. താൻ അന്വേഷിച്ചിരുന്നോ? ആ, അതുവരെ പോയി അന്വേഷിച്ചതാ. ഒരു 2 ആഴ്ച മുമ്പ് ടൗണിൽ പോയ വഴിക്ക് ഒന്ന് പോയി അന്വേഷിച്ചു. ടൈമിങ്സ് നോക്കിയപ്പോ 3 ബാച്ചാ. ഒന്നും നമുക്ക് ഒത്തുവരില്ല. പിന്നൊരു എളുപ്പ വഴിയുണ്ട്. ജോലി അങ്ങ് കളയുക. കഞ്ഞൂടി മുട്ടുന്ന കാര്യ. ഇത് ഉപേക്ഷിച്ചാ കൊടുക്കാൻ കാശ് വേണ്ടേ? ഫീസും കടുപ്പ. 5000 രൂപയോളം വരും. പിന്നെ പോയി വരുന്ന ചെലവ് വേറെയും. ഒരു 10 രൂപ പൊട്ടാനുള്ള വകുപ്പുണ്ട്. ആലോചിക്കാം. ഉടനെ നടക്കുമെന്ന് തോന്നുന്നില്ല. ആലോചിച്ചോ? കൂടുതൽ ആലോചിച്ചാൽ ഒരെത്തും പിടിയും കിട്ടില്ല. തന്നെ കാണാനാന്ന് തോന്നുന്നു. ആ കുട്ടി വന്നിപ്പുണ്ട്. എക്സ്ക്യൂസ് മീ. ചെല്ല് ചെല്ല്. ഭാഗ്യവാൻ. എന്താ കുട്ടി? സാറിനൊരു ചെറിയ ഗിഫ്റ്റാണ്. അത് തരാൻ വന്നതാ. എന്താ ഇത്? ഒരു പെൻസെറ്റാ. എനിക്ക് ഡാഡി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാ. എനിക്കൊരു സിമിലർ പെൻസെറ്റ് ഉണ്ട്. അപ്പോ ഇത് സാറിന് തരാന്ന് കരുതി. എന്തിനാ എനിക്ക് തരുന്നത്? അത് എനിക്കറിയില്ല. പിന്നെ ഡിസർവിംഗ് ആയിട്ടുള്ള ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നി. ആദ്യം സാറിനെ ഓർമ്മ വന്നത്. താങ്ക് യു ഫോർ ആക്സെപ്റ്റിംഗ് സർ. എന്താടാ ഇത്? ഒരു ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞ് തന്നിട്ട് പോയി. പെൻസെറ്റാ. കൊള്ളാമല്ലോ. ആഹാ, ബ്യൂട്ടിഫുൾ. എന്താ കുട്ടിയുടെ മനസ്സിലിരിപ്പ്? ഷീസ് മാഡ് ഐ സേ, ഓർ മേ ബി ഇന്നസെന്റ്. ലെറ്റ് us wait and watch. അല്ലേ? എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവാറുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ആ, അവളുടെ ഫാദറിന് എനിക്ക് പരിചയമുണ്ട്. നല്ല കാശുള്ള പാർട്ടിയാ. ഗൾഫിലാ. What does it matter to me? See,
അവളുടെ സ്റ്റുപ്പിഡിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എന്നെ കിട്ടില്ല. ഡോണ്ട് കെയർ എ ഡാം ഹൂ ഷീ ഈസ്. അല്ല, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഐ ടോൾഡ് കാഷ്വലി. അല്ലെങ്കിലും ജീവിക്കാനുള്ള ബദ്ധപ്പാടിൽ പ്രേമത്തിന് എവിടെയാ സ്ഥാനം, അല്ലേ? യു സെഡ് ഇറ്റ്. നമ്മളെന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? ആ കമ്പ്യൂട്ടർ ട്രെയിനിങ്ങിനെ പറ്റി ശരിക്കൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. വല്ല ഈവനിങ് ബാച്ച് ജോയിൻ ചെയ്യാം ഈ ജോലി കളയാതെ. ഈവനിങ് ബാച്ചൊക്കെ ഉണ്ട്, പക്ഷെ വൈകിട്ട് 8 മണി കഴിഞ്ഞാൽ ഈ റൂട്ടിൽ എവിടെയാ ബസ്? വി ആർ ഗെറ്റിംഗ് സൈഡ് ലൈൻ അല്ലേ? ഈ നശിച്ച സ്ഥലവും ദാരിദ്ര്യവും. ദർ ഷുഡ് ബി എ വേ ഔട്ട്. ഏതായാലും ഒരു ദിവസം ടൗണിൽ പോയി അന്വേഷിക്കാം. പോയി വരുന്ന കാര്യമൊക്കെ പിന്നെ ആലോചിക്കാം, അല്ലേ? അതെ, പോണം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നാളെ ഉച്ചയ്ക്ക് ശേഷം പോവാം. നമുക്ക് ഇറങ്ങാം. ശരി. என்ன இன்னைக்கு விசேஷமா ஜாதகம் பாக்குறேன்? ഒന്നുമില്ലേ, ദിവ്യാവോട് ജാതകം ഒന്ന് പാത്തേ. അവക്ക് നല്ല യോഗമാക്കും. 21 വയസ്സിലെ കല്യാണം നടക്കും. അതും നല്ല ഇടത്തിലെ പോവൾ. நாதனோடத்தை பார்த்தேளா? எத்தனை வாட்டி உங்ககிட்ட சொல்லியிருக்கேன், அவன் ரொம்ப பெரியவன் அவன். கேட்கறதுக்கு ரொம்ப சந்தோஷமா இருக்கு. ஆனா இதெல்லாம் பாக்குறதுக்கு நான் இருப்பேனா தெரியல. அப்படி எல்லாம் பேசாதீங்க. சொல்றதுக்குள்ள அழாதே, அதுக்கு வேண்டி சொல்லல. என்ன லட்சுமி, வெறுமனே இப்படி ஏதாவது சொல்லி எதுக்கு அழறாய்? நீ ரொம்ப பெரியவனாவா என்ன அப்பா சொல்றாருப்பா. எனக்கு இதுல ഒന്നിലെയും വിശ്വാസമില്ല. വിശ്വാസമായിരുന്നാതാ. ശരി അപ്പാ, നാളേക്ക് സ്കൂളുக்கு പോക വേണ്ട. ഞാൻ ഉച്ചയ്ക്ക് ടൗണിൽ പോയ വറുത്ത ലേറ്റ് ആവും. വീട്ടിൽ ഇവ തനി இருக்க கூடாது. சரி, நான் கவுண்டர் கிட்ட சொல்றேன். உனக்கும் நல்ல யோகமாக்கும். நல்ல இடத்திலே கல்யாணம். படிப்பென்னாகும் அது சொல்லுங்கப்பா. நன்னா படிக்கிறதுக்குள்ள யோகம் உனக்கு இருக்காமா? വരൂ, മാഡം അകത്തുണ്ട്. ഇരിക്കൂ. ഞങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണമെന്നുണ്ട്. കോഴ്സ് ഡീറ്റെയിൽസിനെ പറ്റി അന്വേഷിക്കാൻ വന്നാ. എല്ലാ വിവരവും ഇതിലുണ്ട്. ക്ലാസിന്റെ ടൈമിങ്സും ഓപ്ഷൻസും അതിന്റെ ഫീസ് നിരക്കും എല്ലാം. ഇത് ഒന്നും മനസ്സിലാകുന്നില്ല. ഗണേഷ്, നീ നോക്ക്. ഇതിലേത് കോഴ്സാ വേണ്ടതെന്ന് എങ്ങനെ തീരുമാനിക്കുക? നിങ്ങൾ എംപ്ലോയിഡ് ആണോ? ടെമ്പററി എംപ്ലോയ്മെന്റേ ഉള്ളൂ. ഇപ്പൊ ജോലികൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ആണല്ലോ ചോദിക്കുന്നത്. എങ്കിൽ ഏതെങ്കിലും ഒരു റെഗുലർ കോഴ്സ് പഠിച്ച് എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയാണ് വേണ്ടത്. ജാവയോ ലാംഗ്വേജ് സിയോ ആണ് മിക്കവരും പ്രിഫർ ചെയ്യാറുള്ളത്. ഞങ്ങൾ ടൗണിലുള്ളവരല്ല. ഈവനിങ് ബാച്ചിന്റെ സമയം 7 to 9 ആണല്ലോ. ജോലി കളയാതെ പഠിക്കാനുള്ള ഒരു ശ്രമത്തിലാ. ടൈമിങ്ങിൽ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. ശരി, തീരുമാനിച്ചിട്ട് വന്നോളൂ. ശരി, ഓക്കെ മാഡം, വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ. താങ്ക് യു. ഇത് കുറച്ച് എക്സ്പെൻസീവ് പ്ലേസ് ആണെന്നാ തോന്നുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഇറ്റ്സ് ഓക്കെ യാർ. എത്ര നേരെ വന്നിരുന്നിട്ട്. ഇതാണ് ഇങ്ങനെയുള്ള ഹോട്ടലിന്റെ സ്ഥിതി. അന്നത്തെ സംഭവത്തിൽ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ മറന്നുപോയി. ഏത് കാര്യത്തെക്കുറിച്ച്? നീ എന്ന ദിവ്യയെ വീട്ടിൽ അക്കമ്പനി ചെയ്തില്ലേ? ആരാണ് പുറകിൽ വന്നതെന്ന് നീ കണ്ടോ? ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കക്ഷി പോയി കാണണം. പിന്നെ ഇരുട്ടായിരുന്നല്ലോ. നീ ദിവ്യയോട് ചോദിച്ചില്ലേ? അവൾക്ക് ആരാണെന്ന് ഉറപ്പില്ലെന്നാ പറഞ്ഞു. സാർ, എനിക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും മതി. എനിക്കത് മതി. ശരി സാർ. വളരെ ഇൻസെക്യൂറായി നമ്മുടെ ജീവിതമെന്ന് തോന്നുന്നു. ആർക്കും എന്തും ചെയ്യാമെന്നായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളതാ, ഇരുട്ടി കഴിഞ്ഞ് ഒറ്റയ്ക്ക് പുറത്തു പോകരുതെന്ന്. സ്വല്പം കെയർഫുൾ ആയാൽ മതി. എപ്പോഴും ഒരു ക്രൈം നടക്കുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുകിട്ടുമ്പോഴാണ്. ആലോചിക്കുമ്പോൾ പലപ്പോഴും തോന്നും അവോയ്ഡബിൾ ആയിരുന്നു എന്ന്. എം മുകുന്ദന്റെ ഒരു കഥയുണ്ട്, ഡൽഹി 81. അതിൽ 2 പേർ നോക്കി നിൽക്കെ
പരസ്യമായി ഒരു മൈതാനത്ത് വെച്ച് ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നതായിട്ടുണ്ട്. കരുത്തുള്ളവർക്ക് എന്ത് തോന്നിയാസവും കാട്ടാവുന്നതായിട്ടുണ്ട്. നമ്മൾ സൂക്ഷിക്കാം, അത്ര തന്നെ. അതാരാന്ന് നോക്കിക്കേ. ഞാൻ കാശ് കൊടുക്കുമായിരുന്നല്ലോ. ഓ മൈ ഗുഡ്നസ്, നമ്മുടെ ഫ്രോയിഡ് അല്ലേ? കൂടെ ആരാന്ന് കണ്ടോ? ഒന്ന് പോയി മുട്ടിയാലോ കാഷ്വൽ ആയിട്ട്? വേണോ? പോയി നോക്കാം. വാടാ. ഞങ്ങൾ ഇപ്പൊ വരാട്ടോ. പിള്ളേരുണ്ടാവുമോ അല്ല കാണുമോന്നാ പേടി. വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട, നമ്മളും ഫൂളാകും. ഇവരുടെയൊക്കെ മനസ്സിൽ നമ്മൾ ഒന്നിനും കൊള്ളരുതാത്തവരാണെന്ന് കരുതിയിരിക്കുക. ഗുഡ് ഫോർ നത്തിങ്. ഹൂ കേസ്? അയാൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇവളുമാരൊക്കെ എന്നെ ഒറ്റയ്ക്ക് കാണുമ്പോഴുള്ള സമീപനം. ഇയാൾ ആള് ഭയങ്കരം തന്നെ. ഓ, അവളുടെ നാട്യമാ സഹിക്കാത്തത്. ഇത്രേ ഉള്ളൂ. വാ പോം. ഈ ലോകത്ത് വേറെ ആരെയും കണ്ടില്ലേ കുട്ടി? ജസ്റ്റ് വെയിറ്റ്, യു വിൽ ഫൈൻഡ് എ ബെറ്റർ പേഴ്സൺ, എ മച്ച് ബെറ്റർ ആൻഡ് ലക്കിയർ വൺ. നാഥൻ ഇന്നും തൂങ്ങിട്ടില്ലേ? Correspondent after Saddam in 1 hour on BBC. ഓക്കെ. Now on BBC World we take a look. എക്സാംസിന് ഇനി അധികം സമയമില്ലല്ലോ. മോളെന്താ വായിക്കുന്നില്ലേ? ഞാൻ വായിക്കായിരുന്നു. I just came to say good night. Who is this handsome fellow? അത് ഡാഡി. ഭാവനയോ അതോ യാഥാർത്ഥ്യമോ? It is all right. I can understand. He is a friend of mine. I mean my teacher. It is okay. All right. Gayatri, concentrate more on studies. Okay, Dad. പരീക്ഷ സമയത്ത് ഡാഡി ഇവിടെ ഉണ്ടാവില്ല. ബൈ ദ വേ, ആ പെൻസെറ്റ് എവിടെ? ഡാഡിയുടെ ബോസ് ഹമീദ് ഖുറേഷി തന്നതാ. വെരി കോസ്റ്റ്ലി. ഇഷ്ടപ്പെട്ടോ മോൾക്കത്? ഇഷ്ടപ്പെട്ടു ഡാഡി. അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ക്വയറ്റ് പ്രഷ്യസ്. ഇന്ത്യൻ മണിയിൽ തന്നെ കൺവേർഷൻ വരുമ്പോൾ ₹30,000 വരും. Can I have a look at that? Of course. Eh?
മമ്മി കാണണ്ട, ഇത് എടുത്തു വെച്ചോളൂ. ഇത് മതി അവളൊരു വഴക്കുണ്ടാക്കാൻ. നന്നായി പഠിക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗായത്രി, എന്താ ഇവിടെ ഒരു കളിയും ചിരിയും? മോളെ, നിനക്ക് രാത്രി കാപ്പി ഇടണമെങ്കിൽ ഫ്ലാസ്കിൽ നല്ല ചൂടുവെള്ളം ഉണ്ട്. ഗുഡ് നൈറ്റ് ഡാഡ്. ഗുഡ് നൈറ്റ് മാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ദേ പാറശ്ശേരി. മാഷേ, 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 ഇവിടെ ഇവിടെ. ആ അല്ല മാഷേ, ഈ ടൗണിലുള്ള റീജൻസി ഹോട്ടലില് മുറിക്ക് എത്ര വാടക? 400 രൂപയും ടാക്സും വരും. AC ആണെങ്കിൽ 500 രൂപ വരും. ആ. എന്താ വല്ല ടെസ്റ്റിനും പോകുന്നുണ്ടോ? ആ, ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ. അല്ല മാഷേ, എങ്ങനെ മുറി കൊള്ളാവോ? നമുക്കിട്ട് വെച്ചോ, ജീവിക്കാൻ അനുവദിക്കില്ലേ? അല്ല, ഇതാണ് ജീവിതമെങ്കിൽ ഞങ്ങൾക്കൊന്ന് ജീവിച്ചാ കൊള്ളാവുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചാ മതി. അതിനുള്ള പ്രായമാവുമ്പോ വഴിയും കണ്ടെത്തിക്കൊള്ളും കേട്ടോ. എന്നാലും അങ്ങനെയല്ലല്ലോ മാഷേ, ഒരു ഗുരു വേണ്ടേ എന്തിനും? ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയില്ലേ? അല്ല, അതിനും ഒരു ഗുരു വേണോ? ഏതായാലും രുക്മിണി ടീച്ചർക്ക് മാഷോടുള്ള ബഹുമാനത്തിൽ ഒരല്പം കുറവ് വന്നിട്ടുണ്ട്. ഒരു സദ്യ പ്രതീക്ഷിക്കാമോ? ഏയ്, അതൊക്കെ മാഷിനൊരു തമാശയല്ലേ, ഒരു ടൈം പാസ്. ഏത് ടൈം പാസ്? അയ്യോ, ചളവാക്കല്ലേ സുഹൃത്തെ. ഞാനും അങ്ങ് ജീവിച്ചു പൊക്കോട്ടെ. പിന്നെ ഈ കൊച്ചി ഗ്രാമത്തിൽ 2 3 ചിന്ന വീട് വെക്കാൻ ഞാൻ ആരാ? വേലുച്ചാമി കൗണ്ടറോ? ഇനി പാറശ്ശേരി മാഷ് ക്ലാസ് എടുക്കുമ്പോ സെക്സ് പറയുകയാണെങ്കിൽ നമുക്ക് ബോയ്ക്കോട്ട് ചെയ്യണം. തയ്യാർ. ഇനി അങ്ങേരെ കൊണ്ട് അത് പറയിക്കരുത്. ശരി, ഇനി പറയുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോണം. ദേ പാറശ്ശേരി മാഷ്. നമോഭാഗം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത പറയട്ടെ. നമ്മുടെ അടുത്തുള്ള തുറമുഖത്തിൽ ഗ്രീസിൽ നിന്നും ഒരു കപ്പൽ നിറയെ അരോഗദൃഢഗാത്രരും കരുത്തരുമായ കുറെ കായിക താരങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തിനും പോന്നവരായി. അവരുടെ കഴിവുകളെ പറ്റി ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല. ആരും ധൃതിപ്പെടണ്ട, അവർ കുറച്ചു ദിവസം ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും. എന്നാ നാദം വന്നാച്ചേ. ഓ, എന്നാ இன்னைக்கு கிளாஸ் முடிஞ்சாச்சா? இன்னைக்கு யாரும் வரல. என்ன உஷ்ணம். ഇതാ കാപ്പി. நீ குளிச்சு விளக்கேற்ற திவ்யா. போறேன் அம்மா. அது சொல்றது வரைக்கும் செய்யாம இருக்கணுமா? சொன்னது கேட்கல? ஓ, இந்த போற சொன்னேன் இல்லையா? நில்லு நில்லு. நீங்களாக எனக்கு ரெண்டு சுபாவம் உண்டாக்கி வச்சிருக்கு. அல்லாட்ட விசேஷ நாள் அல்லதுக்கு வெத்தில போட்டுக்க மாட்டேன். உனக்கு வேண்டாட்டா வேண்டா சொல்லாமே. தரத்துக்குள்ள எதுக்கு வாயில போட்டுக்கிறாய்? நாதா, நீ எப்ப பார்த்தாலும் ஏதோ ஆலோசிச்சுட்டே இருக்காய். கொஞ்சம் கூட தெய்வ விசுவாசமாயிடு. உனக்கு ஒரு நல்ல வேலை கிடைக்கும். கவுண்டரோட ஸ்கூல்ல வாத்தியாராவா இல்ல சாஸ்திரிகளோட புள்ள எல்லாம் வந்துட்டுங்க சம்பளம் அனுப்பி வைப்பினா? கவுண்டர் நல்லவனாக்கும். அல்லாட்டா என்ன வேலை பண்ணிட்டாக்க வரைக்கும் சம்பளம் தரான். இந்த வீடே நமக்கு வெறுமனே அல்லவா கொடுத்துருக்கான். அதுதான் எனக்கு தெரியல. அந்த ஸ்கூல்ல என்ன இருக்கு திடீர்னு போறதுக்கு? அங்க இருக்க பெல்லா ஏதோ சாஸ்திரிகளோட குடும்பம் பொழைச்சு போட்டு சொல்லிட்டுதான். அப்படியெல்லாம் எதுக்கு சொல்றேன் நாதா? ஏதோ தெய்வ கிருபை. அப்படி ஒரு வாட்ச்மேன் வேணும்னு அவரோட புத்தியில தோணிருச்சு. அதனால நீ எம்ஏ வரை படிச்சாய். வருஷம் 15 ஆச்சு இந்த வேலையை பார்க்க தொடங்கிட்டு. அப்படி ஒரு வருமானம். இதே மாதிரி நல்லது. நான் ஆக்கின கூலி வேலை பண்ண போயிருப்பேன். நாதா, வாய் தெரியாம பேசாதே. ஏதோ அவன் தெரியாம பேசுறான். வருத்தப்படாதீங்க. ஒண்ணும் இல்லம்மா, எல்லாம் சரியாகும். தலையில எழுத்து. இன்னும் என்னெல்லாம் கேட்கணுமோ. കവിത ജംബോ.
അയ്യോ ഓ, ഓ. ഇതുപോലെ നീ എവിടെ ആയിരുന്നടാ നായേ? ഹലോ ഹലോ ആ என்ன தம்பி என்ன விசேஷம்? அப்படியா? சரி சென்னை கோவை ஃபிளைட்ல வாயேன், நான் கோவைக்கு வண்டி அனுப்பி வைக்கிறேன். சரி சரி இன்னும் 2 வாரம் இருக்க. சரிப்பா, உடம்பு நல்லா கவனிச்சுக்கோ. சரி பாய். தம்பி வரான் அமெரிக்கால இருந்து. ஏதோ வெள்ளக்காரி இருக்கலாம். அமர்கலம் பண்ணுவோம். ஜீப் எடுத்து நீ வெளியே போடு. ഇന്ന് ഞാൻ തോട്ടത്തിലേക്കില്ലടേ, അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കില്ല. മരുന്ന് മേടിക്കാനോ മുതലാളി? ഒരു 10 രൂപ താ. ഓടാ പോ. ഈ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ പൈസ കൊടുക്കാറുള്ളൂ. വെറുതെ ഒരു നായക്കും 5 പൈസ ഞാൻ കൊടുക്കില്ല. വന്ന് പഠിപ്പിക്കോ. ഔട്ട്. പോടെ പോടെ, വണ്ടി കയറേ. വണ്ടി എടുക്കടാ. ഒന്ന് മുറുകാനെടുക്ക്. അകത്ത് 2 പച്ച കുരുമുളകും വെച്ചോ. ശരി. കുറച്ച് എറിവ് ഇരിക്കട്ടെ. ഇന്ന് ആരടാ പണിക്ക്? ആരടാ പണിക്ക്? വേലനും കറുപ്പസ്വാമി. വേലനും കറുപ്പസ്വാമി. അതെനിക്ക് അറിഞ്ഞുവിടറാ നായേ. അതെനിക്ക് അറിഞ്ഞുവിടടാ നായേ. പിന്നെ ആരണ്ടടാ? പിന്നെ കുയിലിയുണ്ട്. പിന്നെ കുയിലുണ്ട്. ഇച്ചിരി എരിവ് കൂടല മുറുക്കാനേ. അവളെവിടെ ഉണ്ട്? അവൾ അവിടെ ഉണ്ട്. കളത്തിലുണ്ട്. കളത്തിലുണ്ട്. നോക്കിട്ട് വരാം. ഞാനും. നീ എങ്ങോട്ടാ? അല്ല ഞാനിവിടെ. എന്നാ മുതലാളി ഒറ്റക്ക് നോക്കിട്ടോ. എന്തടേ? വേണ്ട. എക്സ്ക്യൂസ് മീ സർ. എന്താ കുട്ടി? സർ, യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? സാറിന് ബുദ്ധിമുട്ടായോ? കുറച്ച്. സാരമില്ല, പറയൂ. ഐ എം സോറി സർ. ദാറ്റ്സ് ഓക്കെ. എന്താണെന്ന് പറയൂ. വെറുതെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കരുത്. സി കുട്ടി, ഇവിടെ നിന്ന് കഴിഞ്ഞ ആരെങ്കിലും തെറ്റിദ്ധരിക്കും. പ്ലീസ് നിൽക്കൂ. ഞാൻ എന്താ ചോദിക്കാൻ വന്നതാ? സാറിന്റെ ദേഷ്യത്തിൽ മറന്നുപോയി. എനിക്ക് ദേഷ്യമൊന്നുമില്ല. കുട്ടി ചോദിച്ചോളൂ. ഞാൻ പിന്നെ വരാം. സാറിന്റെ ബോഡി ശരിയാവുമ്പോ. എവിടം വരെ എത്തിയ കാര്യങ്ങളൊക്കെ? താങ്ക് ഗോഡ് nobody was there. വാട്ട് ഹാപ്പൻ ടു യു യാർ? ഷീ ഈസ് ഡ്രൈവിംഗ് മീ ക്രേസി. എന്തോ പറയാൻ വന്നതാണത്രേ. മൂഡ് ശരിയാകുമ്പോ വരാന്ന് പറഞ്ഞു പോയി. ഇതൊക്കെ ഒരു യോഗമാ. ഇവിടെ ഞാൻ ഫുൾ മൂഡായിരുന്നിട്ട് എന്താ കാര്യം? ഇനി അടുത്ത് തന്നെ നീ ഒരു കത്ത് പ്രതീക്ഷിച്ചോ. സ്റ്റുപ്പിഡ്. പാപ്പോ, ഈ കഥ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ബിഫോർ ഇറ്റ് റീച്ചസ് എ ക്ലൈമാക്സ്. നീ വരുന്നോ? പോവാ. സത്യത്തിൽ ജീവിതം തന്നെ മടുത്തു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ബാക്കിയുള്ളവരുടെ പ്രതീക്ഷ തകർത്ത് കളയാൻ ഒരു വിഷമം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അബൌട്ട് ഗായത്രി? ചിന്തയിൽ പോലും അവൾക്കൊരു സ്ഥാനമുണ്ട്. ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കാര്യമാണ് പറയുന്നത്. അവരുടെയൊക്കെ വിചാരം നാളെ ഞാനൊരു വലിയ ജോലി കിട്ടി വലിയൊരു മനുഷ്യനാകുമെന്ന്. ശരിക്കും രക്ഷപ്പെടണമെങ്കിൽ ഈ ഓണം കയറാൻ മൂലയിൽ നിന്നും പോകണം. നീ എന്താ നാട് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടോ? സങ്കല്പിച്ചു നോക്കി, അത്രമാത്രം. വീട്ടിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്നത് ഞാനും കൂടെ ജോലി എടുക്കുന്നതുകൊണ്ടാ. എൻ്റെ അനിയത്തിക്ക് 10ാം ക്ലാസ് പഠിപ്പ് നിർത്തേണ്ടി വന്നു. എനിക്കൊരു നല്ല ജോലി കിട്ടിയിട്ട് വേണം അവൾക്ക് പഠിപ്പ് തുടരാൻ. എന്റെ സ്ഥിതിയും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ രക്ഷപ്പെടും എന്ന വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ അച്ഛൻ ആ കൗണ്ടറുമായിട്ട് നല്ല ക്ലോസ് ആണല്ലോ. ഒരു സഹായത്തിന് ആവശ്യപ്പെട്ടൂടെ? എന്ത് ചോദിക്കാൻ? കുറച്ച് കാശിനോ? എനിക്ക് അയാൾ അങ്ങോട്ട് തീരെ ദഹിക്കുന്നില്ല. നാട്ടുകാർക്ക് ആർക്കും അയാളെ ഇഷ്ടമല്ല. പക്ഷെ അച്ഛനോട് മാത്രം വലിയ മര്യാദയാണ്. എന്ത് നേടാനാണ് ഈ ലോഹ്യമെന്നാ മനസ്സിലാവാത്തത്. ഒന്നും കാണാണ്ട് അയാൾ പാല് വെക്കില്ല. അക്കാര്യം ഉറപ്പാ. അതൊക്കെ ശരിയാണ്. പക്ഷെ അയാൾ സ്വർണത്തിന് മേൽ പണം കടം കൊടുക്കും. ഒരു 2-3 പവൻ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ പഠനം എങ്ങനെയെങ്കിലും പൂർത്തിയാക്കാം. ഓസിക്കൊന്നും അല്ലല്ലോ. ഏയ്,
അത് വേണ്ട. പണയം വെക്കുന്നുണ്ടെങ്കിൽ ബാങ്കിൽ വെച്ചൂടെ? നമുക്ക് ആവശ്യത്തിനുള്ള പണം ബാങ്കിൽ വെച്ചാൽ കിട്ടില്ല. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊന്നും ആലോചിക്കാവുന്ന കാര്യമാണ്. ഒരു ഓബ്ലിഗേഷൻ ഉണ്ടാവില്ലല്ലോ. ഞാൻ വെറുതെ ഒന്ന് വീട്ടിൽ അവതരിപ്പിച്ച് നോക്കാൻ പോവാണ്. നീ ഒന്ന് ട്രൈ ചെയ്യ്. നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. ഇപ്പൊ ഏതാவது വേല കിടക്കണമെന്നാ കമ്പ്യൂട്ടർ പഠിച്ചിരിക്കണം. എല്ലാ വേലയ്ക്കും അതാക്കും കേക്കറ. പട്ടണത്തിലെ പോയി ചേരാനാഥാ. ഇപ്പൊ എനിക്ക് സമ്പാദ്യവും ഉണ്ടേ. എനിക്ക് കിടക്കരുതൊന്നും പോരാതു. 5000 രൂപ ഫീസ്, പിന്നെ പോയി വര ചെലവ് വേറെ. ഉനക്ക് വേലയും വിട വേണ്ടിയിരിക്കുമോ? അത് വേണ്ട തോന്നരുത്. ഈവനിങ് ക്ലാസ് ഇருக்கு. രാത്രി വീട്ടിക്ക് വന്നിടലാം. എന്നാലും 5000 രൂപ ഫീസ് വേണം ചൊല്ലിയേ. എന്നെ ചെയ്യരുത്. കൗണ്ടർ സ്വർണത്ത് മേലെ പൈസ കടം കൊടുപ്പാൻ. കേക്കലാമാ? കേട്ട് പാക്കലാമേ. ഉനക്കൊരു വേല കിടച്ചിനാ വേറെ ഒന്നും പാക്കണ്ടാമേ. ആമാ, ഇടത്തെ കയ്യിലിന്റെ 4 കുപ്പിവെള്ളം എടുത്ത് വലത്തെ കയ്യിൽ പോട്ടുക്കോ. അത് പോതും. ആ സ്വാമി ഇരിക്കൂ. ഞാൻ ഇപ്പൊ തന്നെ മുതലാളി വിളിക്കാം. ശരി. ശാസ്ത്രികളോ? എന്താ? അല്ല, എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുകയാണോ? എന്നാ ഞാൻ പിന്നെ വരാം. എന്താ ശാസ്ത്രികളെ ഇത്? ഇത്ര കാലമായിട്ട് എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? ഓരോകത്തേക്ക് ഇരിക്കാം. എനക്കൊരു ധൃതിയുമില്ല. ഇരിക്കൂ. അതിന് കമ്പ്യൂട്ടർ പഠിക്കാൻ കുറച്ച് പണം വേണം. ഇത് എടുത്തിട്ട് ശാസ്ത്രികൾക്ക് എത്ര പണമാ വേണ്ടത്? 5000 അവന് ഫീസ് അടയ്ക്കാൻ. അത്രയല്ലേ ഉള്ളൂ? നല്ലൊരു കാര്യത്തിനല്ലേ. അതിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പണം തരാം. മകന് ജോലി കിട്ടിയിട്ട് തിരിച്ചു തന്നാ മതി. അതിന് പലിശയും വേണ്ട. ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും ഒന്നും പറയണ്ട. ഇത് കൊണ്ടുപോയി നാഥന്റെ അമ്മയുടെ കയ്യിൽ അണിയിക്കൂ. എന്നെ വിഷമിപ്പിക്കരുത്. ദാ പിടി. അല്ല, കാശിപ്പോ തന്നെ വേണോ അതോ നാളേക്ക് വീട്ടിലെത്തിച്ചാ മതിയോ? അതൊക്കെ അങ്ങയുടെ ഇഷ്ടം. ഞാൻ നാഥനോട് ഇവിടെ വന്ന് വാങ്ങിച്ചോളാൻ പറയാം. എപ്പോഴാന്ന് പറഞ്ഞാ മതി. നാളേക്ക് വരാൻ പറഞ്ഞോളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹമൊന്നും എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല ശാസ്ത്രികളെ. അങ്ങനെ ആയിപ്പോയി. 10 കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെയായിരുന്നോ? ഇവിടെ പണിക്ക് നിന്നിരുന്ന ഒരു നായിന്റെ മോൻ എന്റെ പൊന്നുവിനെയും കൊന്ന് 100 പവനും കൊണ്ട് കടന്നു കളഞ്ഞില്ലേ? അതിനുശേഷം മനസ്സ് കല്ലായി പോയതാ. അതൊന്നും ആർക്കും ഓർമ്മയില്ല. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അതിനു വേണ്ട ശിക്ഷ അവന് കിട്ടിയല്ലോ. കോടതി തൂക്കിക്കൊന്നില്ലേ? എന്ത് കാര്യം? ആർക്ക് വേണം 100 പവൻ? എന്റെ പൊന്നൂനെ തിരിച്ചു തരാൻ പറ്റില്ലല്ലോ ഒരാൾക്കും. ഇപ്പോ കൗണ്ടർമാർക്ക് വേണ്ടാത്തവനായി. അങ്ങനെയൊന്നും പറയരുത്. ഒറ്റയ്ക്കുള്ള ജീവിതമായതുകൊണ്ടാ ഇങ്ങനെയുള്ള വിഭ്രാന്തിയൊക്കെ തോന്നുന്നത്. ഒരു കുടുംബമൊക്കെ ഇനിയാവാം. ഇനിയോ? ശരി ശാസ്ത്രികളെ, മകന്റെ അടുത്ത് നാളേക്ക് വരാൻ പറയൂ. ശരി ശരി ശരി. ஆமா, இந்த வருஷம் மீனாட்சி படம் ஜல்லிக்கட்டு எப்படி? சின்னப்ப கவுண்டர் மட்டும் பார்த்தா போதும், வெற்றி நமக்குதான். വിശ്വനാഥനോ? വാ, കയറിയിരിക്കും. ഞാൻ അകത്തോട്ട് കയറുന്നില്ല കൗണ്ടറെ. നിങ്ങൾ നൽകാൻ ഉദ്ദേശിച്ച സഹായനിധി വാങ്ങാൻ വന്നതല്ല ഞാൻ, മറിച്ച് അത് വേണ്ടെന്ന് പറയാൻ വന്ന. എന്തോ വിശ്വനാഥൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പണയത്തിന്റെ കാര്യം അച്ഛനോട് ഞാൻ തന്നെയാ പറഞ്ഞത്. പക്ഷെ പണയം വേണ്ടെന്നും പൈസ തരാമെന്നും പറഞ്ഞെന്ന് കേട്ടു. ആ ഔദാര്യം തൽക്കാലം വേണ്ട. എനിക്കത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മറ്റു വല്ല വഴി ആലോചിച്ചോളാം. ചെക്കന്റെ അഹങ്കാരം കണ്ടു. സർ,
എന്താ? സാറിന് ദേഷ്യം മാറിയില്ലെന്ന് തോന്നുന്നു. എനിക്ക് ആരോടും ദേഷ്യമില്ല കുട്ടി. എനിക്ക് ദേഷ്യം എന്നോട് തന്നെ. അതെന്തിനാ? ജനിച്ചു പോയതിന്. മനസ്സിലായോ? ഇന്നും വായനശാലയിൽ പോയി വരികയാണോ? അല്ല, കൗണ്ടറുടെ വീട്ടിൽ. അവിടെ ആർക്കെങ്കിലും ട്യൂഷൻ എടുക്കുന്നുണ്ടോ? ഉണ്ട്, കൗണ്ടറുടെ ആനയ്ക്ക്. ഐ എം സോറി, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താ കുട്ടിയുടെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സാറിനെ കാണാനും സംസാരിക്കാനും ഇഷ്ടമാണ്. പിന്നെ സാറിന്റെ ക്ലാസ് ഇഷ്ടമാണ്. ലീവ് ആയിരിക്കരുതെന്ന് പ്രാർത്ഥിക്കാറുമുണ്ട്. കുട്ടി, ഡോണ്ട് ബി എ ഫൂൾ. കുട്ടിയുടെ വങ്കത്തം മുതലെടുക്കാൻ എന്നെ കിട്ടില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങനെയുള്ള മാനസികാവസ്ഥയിലല്ല ഇപ്പോ. ഐ സിംപ്ലി ഡോണ്ട് ഹാവ് ദി ഇൻക്ലിനേഷൻ. തനിക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല. താൻ പ്രതീക്ഷിക്കുന്നത് ഒന്നും തന്നെ എന്നിലില്ല. സ്നേഹം പോലും. ഒരു ഉപദേശം മാത്രമേ തരാനുള്ളൂ. എന്നോട് അടുക്കരുത്. എന്നിൽ നിന്ന് ഒന്ന് പ്രതീക്ഷിക്കരുത്. ഡോണ്ട് സ്പോയിൽ യുവർ ഫ്യൂച്ചർ. എന്നേക്കാൾ 10 മടങ്ങ് കഴിവുള്ളവരും ഭാഗ്യവാന്മാരും ഈ ഭൂമിയിലുണ്ട്. തനിക്ക് വേണ്ടി മാത്രം ജനിച്ച ആരും. സോ പ്ലീസ് അവോയ്ഡ് മീ. എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ അറിയില്ല. കാണരുത്, സംസാരിക്കരുത് എന്ന് മാത്രം പറയാതിരുന്നാ മതി. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് സാറിനെ സ്നേഹിക്കുന്നതിന് സാറിന്റെ അനുവാദം വേണ്ടല്ലോ. ആ, സ്നേഹത്തിന് മാത്രം കഴിയുന്നൊരു സാധ്യത. സ്നേഹിക്കുന്നവന് സ്നേഹിക്കപ്പെടുന്നവന്റെ അനുവാദമോ അംഗീകാരമോ വേണ്ട, അല്ലേ? എന്താ വിശ്വം, ഇന്നലെ ഉറങ്ങിയില്ലേ? ആ, നീ വന്നോ? ചെറിയൊരു തലവേദന. അപ്പ കണ്ണടച്ച് കിടന്നതാ. നീ വന്നിട്ട് ഒന്നിച്ചിറങ്ങാന്ന് കരുതി. മറ്റേ കാര്യം ഞാൻ വീട്ടിൽ അവതരിപ്പിച്ച് നോക്കി. സ്വർണം പണയത്തിന് തരാനൊന്നും അമ്മ റെഡിയല്ല. എനിക്കൊരു ജോലി കിട്ടിയത് തിരികെ കൊടുക്കുമ്പോഴേക്കും എന്റെ അനിയത്തി 2 പ്രസവിച്ചിട്ടുണ്ടാവുന്ന അമ്മ പറയുന്നത്. അവൾക്ക് വേണ്ടി ഒരു കൂട്ടി വെച്ച് ഇത്തിരി പൊന്ന ആകെ വീട്ടിലുള്ളത്. അല്ല, അവര് പറയുന്നതിലും കാര്യമുണ്ട്. നിന്റെ കാര്യം എന്തായി? എഫക്റ്റ് സെയിം. പക്ഷെ മുടക്ക് വന്നത് അമ്മയുടെ അടുത്ത് നിന്നല്ല. അച്ഛൻ 2 വളയുമായി കൗണ്ടറുടെ വീട്ടിലേക്ക് ചെന്നു. അയാളത് വാങ്ങിച്ചില്ല. പണയമില്ലാതെ പണം തരാമെന്നും പറഞ്ഞു. എനിക്ക് ജോലി കിട്ടിയിട്ട് തിരികെ കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. ഞാനത് അയാളുടെ മുഖത്ത് നോക്കി പുച്ഛിച്ചു തള്ളി. വാട്ട് എ ഫൂൾ യു ആർ. അയാളൊരു നല്ല കാര്യം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടോ. മിണ്ടാതെ അത് വാങ്ങിച്ച് വേണ്ട രീതിയിൽ ഉപയോഗിക്കാമായിരുന്നില്ലേ? അങ്ങനെ നീ തരാമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചേനെ. ബട്ട് നോട്ട് ഫ്രം കൗണ്ടർ. അങ്ങനെ ഒരു ഓബ്ലിഗേഷൻ ഞാൻ റെഡിയല്ല. ഐ ജസ്റ്റ് ഹേറ്റ് ഹിം. നീ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവണം. നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. നിന്റെ അടുത്ത് അയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? അയാളൊരു ഉപകാരിയാണ്. വൈ ഡു യു വാണ്ട് ടു കൺസിഡർ ഹിം ആസ് യുവർ എനിമി? അത് നിനക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാൻ അയാളെ വെറുക്കുന്നു. Such a nasty scoundrel. ഓക്കെ ഓക്കെ, നീ വെറുത്തോളൂ. അത് നിന്റെ സ്വാതന്ത്ര്യം. നാഥനെ ഇന്നും കാണല്ലേ? கணேஷ் கூட எங்கேயாவது போயிருப்பேன். அப்பா அண்ணா வந்தாச்சு. இப்பதான் சொல்லி வாயெடுத்தேன். உனக்கு 100 ஆயுசாகும் நாதா. 100 ആയുസൊന്നും വേണ്ട. காப்பி எடுக்கட்டுமா? ഇപ്പൊ വേണ്ട. எனக்கு உன்னை புரியறதே இல்லையே நாதா. கவுண்டர் கிட்ட பணம் கேட்கல, நீ தான் சொன்னேன். அவர் சந்தோஷமா கொடுக்கறேன்னு சொன்னப்போ நீயே போய் வேண்டான்னு சொல்லிட்டு வந்திருக்காய். കൗണ്ടർ പണയം എടുത്തോണ്ട് പൈസ തന്നാ വാങ്ങിട്ടിരിപ്പേൻ. അത് അവരോட നല്ല മനസ്സ്, നമ്മക്കിட்ட ഉള്ള ഇഷ്ടം. கடன் வாங்கினா திருப்பி கொடுப்பேன்னு அவருக்கு தெரியும். அப்பா, உங்களுக்கு இந்த உலக என்ன வாக்கும் தெரியாது. ஒரு மனுஷன் ஏதாவது எதிர்பார்க்காம உதவி பண்ண மாட்டான். அப்படி ஒரு ஆப்ளிகேஷனுக்கு நான் இல்லை. அது வந்து தேர்ட் ரேட் ஸ்கவுண்டர் கிட்ட. ஏதோ அப்பா, உன்னை இதுவரை வளர்த்தேனே. கவுண்டர் என்னை பொறுத்த வரைக்கும் நல்லவனாக்கும். எல்லாருக்கும் இப்போ இருக்கிற கவுண்டரை தான் ஓர்மை இருக்கு. 10 வருஷம் முன்னாடி அவரோட சம்சாரம் இருக்கிறதா அவர் எப்படி இருந்தாருன்னு ஆருக்கும் ஓர்மை இல்லை. உனக்கு தெரியுமே, வீட்டிலே இருக்கிற வேலைக்காரன் அவரோட சம்சாரத்தை கொலை பண்ணி மேலே இருந்த 100 பவுனும் எடுத்துட்டு போயிட்டான். அதுக்கு பிறகு அவர் ஆளே மாறிட்டான். ஆனா நம்ம கிட்ட இன்னைக்கு நல்லாதான் இருந்திருக்கிறான். போதுமா, நம்ம இதை பற்றி பேச வேண்டாம். எனக்கு மனசுல சரி தோணுனதை செய்தாச்சு. இனிமே பேச வேண்டாம். நாதா, என்ன பண்றது?
പരീക്ഷയ്ക്ക് ഇനി ഒരു മാസമേ ഉള്ളൂ. ഇങ്ങനെ ഏകാഗ്രതയില്ലാതെ നീ സമയം കളഞ്ഞാൽ എക്സാംസിന് സമയത്ത് ഡാഡി ഇവിടെ ഉണ്ടാവില്ല. ഡാഡി, ഐ ആം സോ സാഡ്. എന്താ ഉണ്ടായത് മോളെ? കമോൺ ടെൽ മീ. ഡോണ്ട് ബി എ സ്മോൾ ചൈൽഡ്. ഡാഡ്, പറയൂ. ഐ ആം മോർ ലൈക്ക് എ ഫ്രണ്ട് ടു യു. നിന്റെ അച്ഛൻ എന്നതിനേക്കാളേറെ ഒരു സുഹൃത്താണ് ഞാൻ. കമോൺ ടെൽ മീ. ഡാഡിയോട് ഒളിക്കുന്നില്ല, പറയാം. ഐ ഹോപ്പ് യു നോ വിശ്വനാഥൻ സർ. നീ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത്രമാത്രം. ഐ വാസ് ടോൾഡ് ദാറ്റ് വേലുച്ചാമി കൗണ്ടറിന്റെ സ്കൂളിലെ പ്യൂണിന്റെയോ അറ്റൻഡറുടെയോ ആരന്റെ മോൻ അല്ലേ? ഡാഡി അങ്ങനെ പറയരുതായിരുന്നു. തൊഴിലിലെ വ്യത്യാസം കൊണ്ട് ആൾക്കാരെ ആസസ് ചെയ്യുക. എന്റെ മനസ്സിലെ മാതൃകാ മനുഷ്യനാണ് ഡാഡി. ആ, അത് പോട്ടെ. കം ടു ദ പോയിന്റ്. യു നോ ഹിസ് ഫാദർ, വിശ്വൻ സാറിന്റെ അച്ഛൻ. ഹീസ് എ സിംഗർ, സംഗീതജ്ഞൻ. നീ കാര്യത്തിലേക്ക് വരുന്നില്ല. ഞാനിന്ന് കോളേജിൽ പോകുമ്പോ സാറിനെ കണ്ടു. വെറുതെ സംസാരിച്ചു പോവാൻ വേണ്ടി ഓടിച്ചെന്നു. സാറ് പറഞ്ഞു, ഒരിക്കലും സാറിനോട് അടുക്കരുതെന്ന്. തിരിച്ചു തരാൻ ഒന്നും ഇല്ലാത്തവരാണ് സാറെന്ന്. സ്നേഹം പോലും തിരിച്ചു തരാൻ കഴിയാത്തവനാണെന്ന്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കാകെ സങ്കടമായിപ്പോയി. സി മൈ ഡിയർ, അയാൾ നല്ലൊരു മനുഷ്യനാണ്. എ മെച്ചൂർ ഹെഡ്. നീ അയാളുമായി നല്ലൊരു സൗഹൃദം തുടരും. നീ വലുതാകുമ്പോൾ അയാൾ വലുതാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കാഴ്ചപ്പാടായിരിക്കാം. നീ ചിന്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നേക്കാം. നൗ ഇറ്റ് ഈസ് ടു ഏർലി ടു മേക്ക് എ ജഡ്ജ്മെന്റ്. ആദ്യമായി അയാളുടെ നല്ലൊരു സുഹൃത്തായി മാറുക. ബാലിശമായ ചിന്തകൾ ഒഴിവാക്കും. അങ്ങനെയാകുമ്പോൾ നീ വിചാരിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിലും നിനക്കിത്ര ദുഃഖമുണ്ടാവില്ല. അതാണ് ഒരു മെച്ചൂർ റിലേഷൻഷിപ്പിന് ആവശ്യം. നിന്റെ കുട്ടിത്തം കൈവിടിഞ്ഞ് ആദ്യം നിന്റെ പഠിത്തത്തിൽ ശ്രദ്ധിക്കൂ. ഭാവിയിൽ നിനക്കത് ഗുണം ചെയ്യും. Then I am there to help you. Don't worry. Thank you, Dad. Thank you so much. അമ്മ വരുമ്പോഴേക്കും നീ എന്തെങ്കിലും പോയി വായിക്കൂ. All the best. Good night, Dad. Good night, my dear. മോളെ, നീ രാത്രി അധിക നേരം ഇരിക്കുന്നില്ലാന്ന് തോന്നുന്നു. നീ ഇന്നലെ ഒന്നും കാപ്പി ഉണ്ടാക്കിയിട്ട് തന്നെ ഇല്ല. അപ്പോ മടി കാരണാണെന്ന് കരുതി ഞാൻ തന്നെ ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. Thank you, Mom. Good night. Good night. மௌன குருவே கரணே எனையாண்ட நீல கைடனே தீன கருணாகரனே நடராஜா நீல கைடனே. Hey, வாங்க வாங்க வாங்க. டேய் 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 தம்பி. Hi. Wonderful. This looks like a palace, Murugan. And Murugan is a prince. Come inside. You have all the time in the world. That's right. Welcome. Hey, அப்படி போடா. காட்டு பிராண்ட். വണക്കം പെരിയവരെ, വണക്കം. വണക്കമ്മ. എന്താ പതിവില്ലാതെ ഇന്ന്? ദിവ്യയുടെ പേരിൽ ഒരു വഴിപാട് ഇരുന്നത്. ആഹാ, ശാസ്ത്രികളില്ലേ കൂടെ? ഇല്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്. ഞാൻ വേണമെന്നാ ഡ്രൈവറോട് അങ്ങ് കൊണ്ട് ആക്കാൻ പറയാം. വേണ്ട പെരിയവരെ, ഞങ്ങൾ നടന്നു വെക്കൊള്ളാം. അമ്മ, എന്തിനാണ് ആവശ്യമില്ലാതെ റോഡിൽ കാണുന്നവരോടെല്ലാം സംസാരിച്ചിരിക്കുന്നത്? എന്നവാകുന്നാഥ ഇപ്പടിയെല്ലാം പേശ. നാദം വന്ന സ്ഥിതിക്ക് ഇനി അവനോടൊപ്പം പോകാലോ. നടയടക്ക് മുമ്പ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ, ചെന്നാലും വാ പോലാം. அவங்கிட்ட எல்லாம் பேசுறது யாராவது பார்த்துனா ஒரு மாதிரியா நினைப்பா. എന്നവാകുന്നാഥ ഇപ്പടിയെല്ലാം പേശറായി. എന്താടോ ഇത്ര ചിരിക്കാൻ? ഇതിനു മുമ്പ് ഞങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇവനൊന്നും വേറെ പണിയില്ലേ? അവന് വട്ട. ചേട്ടൻ വിഷമിക്കണ്ട. ஆமா தம்பி, நீ இவ்வளவு சம்சாரமே அதுக்கு தானே போற? என்னண்ணா அப்படி கேட்கிறேன்? இல்ல, கல்யாணம் பண்ணிக்கிறேன்னா
எப்போ வச்சுக்கலாம்னு யோசனை பண்ணி பார்த்தேன். அண்ணா மேரேஜ் எல்லாம் ரொம்ப பெரிய விஷயம். நாங்கள் ஒண்ணுமே டிசைட் பண்ணிட்டில்ல. ஒருவேளை அவள் கழுத்து போயிடுச்சுன்னா குட் பை சொல்லிடுவா. அது மாதிரி எனக்கும் எப்ப வேணாலும் பை பை சொல்லிக்கலாம். அப்போ நீ அவகிட்ட தானே படுக்கிற? So what? லாஸ்ட் 1 year நாங்கள் அப்படிதான். Don't worry அண்ணா. அவள் pregnant ஒன்றும் ஆயிட மாட்டா. What's a big joke? Share it. My brother was asking whether we are going to get married. Oh, not now. தம்பி புள்ளேன் ஆச்சுன்னு என்ன பண்ணுவேண்டா? Don't worry அண்ணா. அவள் pregnant ஒன்றும் ஆயிட மாட்டா. I don't get you. I was telling that you are not going to get pregnant. That is no big deal. What if I become pregnant? இன்னும் 2 வருஷம் கழிஞ்சு மேரேஜ் பற்றி யோசனை பண்ணுவோம். எனக்கு ஒன்றும் புரியலப்பா. நல்ல அரேஞ்ச்மெண்ட் தான். ஏண்டா அங்க எல்லாரும் இப்படித்தானா? என்னன்னா ஒரு கை பார்க்கலாம் தோணுறதா? சும்மா இருடா படுவா. என் லைஃப்ல இன்னும் மேரேஜ் தான் கிடையாது. ஆனா உன் காரியம் அப்படி இல்ல. வேற விஷயம். நாளைக்கு நான் கோயம்புத்தூருக்கு போறேன். மார்கரெட் வரலையா? செந்தில் பார்த்துட்டு லேட் நைட் தான் திரும்பி வருவேன். அப்படின்னா வரும்போது அவனையும் கூட்டிட்டு வாயா. அவனொന്നും வரமாட்டேன். A family man now. சரி, அவன் அம்மா அப்பா எல்லாம் நான் விசாரிச்சா சொல்லுங்க. ஓகே அண்ணா. அம்மா, என்ன மாதிரி ஒரு பாகியமில்லாத பிள்ளை எதுக்கம்மா பெற்றாய்? இந்த கையில 4 வளைய வாங்கி போடாம இருக்கிறத எடுக்க நினைச்ச பாவியாக்கு நான் மகாபாபி. பாக்கியம் இல்லைன்னு நீ எப்படி சொல்வாய்? உனக்கு 24 வயசாக இன்னும் 2 மாசம் இருக்கு. தெய்வ விசுவாசமா இரு, எல்லாம் சரியாகும். பின்ன வளை என்னோட உயிரை உங்களுக்கு 2 பேருக்கும் உள்ளதாக்கும். யாருக்கு இது மேல இல்ல ஆசை? திவ்யாவே அடுத்த வருஷம் கண்டிப்பா காலேஜில் சேர்த்துதான் ஆகணும். பார்க்கலாம். உனக்கு எப்படி அந்த பைசா கட்டுறேன்னு ஆலோசிச்சு அப்பா வருத்தப்படுறா. நீ இன்னைக்கு கவுண்டர் கிட்ட பேசினதுன்னும் அப்பாவுக்கு தெரியாது. தெரிஞ்சது என்ன வருத்தப்படுவா. அவங்கிட்ட நீங்க பேசுறது எனக்கு பிடிக்காது. அதுக்கு நாங்களும் வந்து பேசலன்னா அவங்க தான் டிரைவர் கிட்ட சொல்லி இஷ்டத்துக்கு முன்னாடி ஆத்துக்கு அனுப்பி வைக்கிறேன்னு சொன்னா. 2 பேரும் பேசாதீங்க. திவ்யா, நீ போய் படு. நீயும் கடவுளே. Wow, it's just lovely. Hey, what's happening there? What the hell is going on? This is a peeping Tom. What? Peeping Tom. Why did you beat him up? I said, you don't understand. This is not United States. To hell with you. ഇത് നല്ല കഥ. തുണി അഴിച്ചിട്ട് എന്റെ നേരെ ചാടുന്നത്. வாங்கோ வாங்கோ. சாஸ்திரிகளே, எங்க எல்லாரும்? வெங்கட்ராமையரா, வாங்க வாங்க. வணக்கம் வணக்கம். அடுத்த மாசம் ஒடுக்கமா ஒரு முகூர்த்தம் குடிக்கணும். அதுக்காக வந்திருக்கும். பொண்ணுக்கு ஜாதகம் சேர்ந்துருக்கா? ஆமா. திவ்யா, அம்மா கிட்ட பஞ்சாங்கம் எடுக்க சொல்லு. உட்காருங்க. அங்கே உட்காரு. உட்காருங்க.
லட்சுமி உள்ள இருக்கா? ஆமா, பையன் எங்க இருக்கா? ஆமா, பையன் மദ്രാസിல இருந்தாக்கும் இன்ஜினியர். ரொம்ப சந்தோஷம். ஒரு பிராமணால் கல்யாணம் இங்கே நடந்துட்டு 6 வருஷம் ஆச்சு. நாங்களும் அதான் சொல்லிக்கிட்டு இருந்தோம். 28ஆம் தேதி விசேஷம். அதுக்கு முன்னாலே 18ஆம் தேதி இருக்கு. ஆனா காலையில 6 மணிக்கு முகூர்த்தம் வச்சுக்கணும். 28க்கு 10നും 11നും ഇടയ്ക്ക് മുഹൂർത്തം. 28 போதும், அதுதான் சௌகரியம். எதுக்கு இதெல்லாம்? இருக்கட்டும், பரவாயில்ல. பையனோட மாமா மദ്രാസിல வாத்தியாராக்கும். அவர் வந்து கல்யாணம் நடத்தி வைக்கிறேன்னு சொல்லியிருக்கார். அப்படியா? எங்க வீட்டுல தானே வச்சுக்க போறேன். ஆமா. எப்படி நீங்களும் வர வேண்டியிருக்கு. நான் பின்ன வந்து பேசுறேன். எங்க அவ? அமலு, வர்றேன். போகலாமா? வாங்க. சரி, வரேன். பார்க்கலாமா? வரேன். சரி. ஆறு வருஷத்துக்கு சேஷம் ஒரு கல்யாணம், அதற்கு வாத்தியார் மദ്രാസിல இருந்து. எப்படி இருக்கு? இவர் தானே இங்க பிராமண சபா செக்ரட்டரி. இவர் இப்படித்தான் செய்யணும். நமக்கு எது யோகமோ அதுதான் நமக்கு கிடைக்கும். கல்யாணம் சொன்னப்ப சந்தோஷமா இருந்தது, இப்படி ஆச்சு. சரி சரி, என்ன செய்ய முடியும்? என்னன்னா, யூ லுக் வெரி சீரியஸ். நீ போன விஷயம் என்னாச்சு? செந்தில்ல பார்த்தியா? யா, ஹி இஸ் வெரி பிஸி. மார்கரெட் எங்க? யாருக்கு தெரியும்? சாயந்தராவ குளத்துல குளிக்கும் போது அது பார்த்துக்கிட்டு வேலை குளத்துக்கிட்ட நின்றுக்கிட்டு இருந்தேன். நான் அவனை போட்டு அடிச்சேன். அதுக்கு மகாராணி எங்கிட்ட சண்டை போட்டுக்கிட்டு மாடிக்கு போனதாக்கும். இதுவரைக்கும் கீழே வரல. I will just see her. What the hell is going on, Maggie? What happened? I'm just waiting for you. I want to get out of here. What do you mean? Where do you want to go? I will just move out of this goddamn place and then decide when to fly back. For heaven's sake, what happened? Don't ask me for reasons. Your brother, I don't like him. I feel naked when he stares at me. And he was beating up a poor beggar and God knows for what. Okay. Okay. You want to go at this time of the day? I know Coimbatore is just an hour's drive from here. Ask your driver to drop me in some good hotel. And to take your time and come there, that's it. Okay. I'll make arrangements. அவள் போறாளாம். அந்த ராஜன் கிட்ட அவளை கோயம்புத்தூர் கொண்டு விட சொல்லலாம். அதான் நல்லது. இதெல்லாம் நமக்கு ஒத்து வராதப்பா. ராஜா, ராஜா முதலாளி, நீ ஒண்ணுകൂടി കോയമ്പത്തൂർക്ക് പോയിട്ട് ആ വെള്ളക്കാരി ഏതെങ്കിലും ഹോട്ടലിൽ വിട്ടിട്ട് വാ. ശരി മുതലാളി. നല്ല വലിയ ഹോട്ടൽ എവിടെയെങ്കിലും. ശരി. I love you. I too. I will call you once I reach there. I'll wait for you at Coimbatore. Bye. That's okay, Maggie. വെറുതെ അല്ല കല്യാണത്തെ പറ്റി ആലോചിക്കാത്തത്. See you then. Bye. മാഷേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. സത്യം പറയണം, മാഷ് പറഞ്ഞ പോലെയൊക്കെ ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഫ്രോയിഡ് എന്നല്ല ഉച്ചാരണം, ഫ്രൈറ്റ് എന്ന് പറയൂ. അതുകളാ, മാഷ് പറയുന്നത് പോലെയൊക്കെ അയാൾ പറയുന്നതല്ല കാര്യം. പിന്നെ ഇതൊക്കെ യഥാർത്ഥത്തിലുള്ളതാണോന്ന്. ഏതൊക്കെ? അല്ല, ഈ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം, മകൻ അമ്മയോടുള്ള സ്നേഹം, അങ്ങനെ. ഇതെന്താ കളി? അല്ലെ പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതുവോ? ഞാൻ ഒരു രഹസ്യം പറയട്ടെ. ചെറുപ്പം മുതലേ എൻ്റെ ആഗ്രഹം ഒരു മനഃശാസ്ത്രജ്ഞനാകണമെന്നതായിരുന്നു. സൈക്കോളജി വാസ് മൈ വീക്ക്നെസ്. അതിൽ തന്നെ സെക്സോളജിയാണ് എനിക്ക് പ്രിയം. പിന്നൊരു കാര്യം, പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകള നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. മനസ്സിലായോ? വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകള നൽകിയത്രേ മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത് ഈശ്വരൻ. ആരെ വശത്താക്കാൻ? ഏത്? ഒരു കരുത്തനായാണ് വിചാരിച്ചാൽ ഏത് പെണ്ണും വീഴും.
ദീർഘങ്ങളാം കൈകൾ. ഒരു കരുത്തനായാണ് വിചാരിച്ചാൽ ഏത് പെണ്ണും വീഴും. என்ன உங்களுக்கு ரொம்ப விசிர்க்கிறது? ரொம்ப உஷ்ணமா இருக்கு. உள்ளேயும் வெளியிலே உஷ்ணமா இருக்கு. அந்த வெங்கடராமையர் பொண்ணுக்கு தேதி குறிக்க வந்தப்போ ரொம்ப சந்தோஷமா இருந்தது. இப்படி ஆச்சே. அவருக்கு என்ன பண்ண முடியும்? மாப்பிள்ளை வீட்டில் இருந்து என்ன சொல்றாளோ அதே தானே கேட்கணும். மாப்பிள்ளையோட மாமாவே வாத்தியாரா. அப்போ அவர் தானே கல்யாணம் நடத்தி வைக்கணும். நாதனோட கம்ப்யூட்டர் கிளாஸுக்கு எப்படி பைசா கட்டுறேன்னு எனக்கு தெரியலையே. அதுதான் அம்மா என் மனசை அலட்டுறது. நீங்கள் ஒண்ணுமே കഴിക്കില്ലേ? போதும். முடியலன்னு இன்னைக்கு ஸ்கூலுக்கு போக வேண்டாம். நாதன் சொன்ன மாதிரி அங்கே ஒன்றும் திருடிட்டு போகிறதுக்கு இல்லைனாலும் அது என்னோட வேலை. எப்படியும் போய் தானே ஆகணும். நாதனுக்கு ஒரு நல்ல வேலை கிடைக்கிற வரையாது. எனக்கு என்னமோ வருத்தமா இருக்கு. ஏய், கவலைப்படாத. எனக்கு ஒண்ணும் இல்லை. ஏதோ மனம் புரட்டுற மாதிரி இருந்தது, அவ்வளவுதான். அப்பா, இந்த பட்டன்ஸ் லூஸா இருக்கு. நாளை காலையில தந்து தரேன். சரி கண்ணே. நாதா, எது யோகமோ அதுதான் நமக்கு கிடைக்கும். உனக்கு கம்ப்யூட்டர் படிக்க ஃபீஸ் கட்டணும்னா கடவுள் அதுக்கு ஒரு வழி காட்டாம இருக்காது. எனக்கு என்னப்பா அந்த கவுண்டரை பிடிக்கல. அவர் என்ன தந்தாலும் ஒரு பிக்ஷை மாதிரி இருக்கு. ஒன்னும் எதிர்பார்க்காம ஒரு ஹெல்ப்பும் அவ யாருக்கும் செய்ய மாட்டார். இதுவரை யார்கிட்டையும் கை நீட்டாம കഴിഞ്ഞാச்சு. இன்னும் அப்படியே நடக்கும். இறங்குறேன். சரிப்பா. என்னப்பா? ஒண்ணும் இல்ல, ஒண்ணும் இல்ல அம்மா. നിങ്ങളെ കാണാത്തപ്പോ ഞമ്മള് വിചാരിച്ച് നിങ്ങൾ ഇന്ന് ലീവായിരിക്കുന്നു. എന്നേക്കുമായിട്ട് ഈ പണി നിർത്തിയാ കൊള്ളാവുന്നുണ്ട്. എന്റെ മോന് തീരെ ഇഷ്ടമല്ല. എന്താ ഒരു പന്തില്ലല്ലോ. വരട്ടെ കുഞ്ഞാലി. എന്നാ ശരി.
അല്ല, ആരാ ഇത്? വരിക 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 വരിക. അത്ഭുതമായിരിക്കുന്നല്ലോ. ഇരിക്കൂ, ഇങ്ങോട്ടിരിക്കാം. ഞാൻ 2 ജാതവും കൊണ്ടാ വന്നിരിക്കുന്നത്. ശാസ്ത്രികളാണ് നോക്കി പൊരുത്തം പറയണം. ഓ, സന്തോഷം. ഓ, വേൽമുരുകൻ പൂരം നക്ഷത്രം. ഇപ്പോ 45 അല്ലേ? ഒരു ചെറിയ ആലോചന, ഒന്നുകൂടി വിവാഹം കഴിച്ചാലോ എന്ന്. അതേതായാലും നന്നായി. പെൺജാതകം നോക്കട്ടെ. ലക്ഷ്മി, മകൻ നക്ഷത്രം, 42 വയസ്സ്. എന്റെ ഭാര്യയുടെ നാളും പേരുമാണല്ലോ, വയസ്സും അത് തന്നെ. ഇതെന്റെ ലക്ഷ്മിയുടെ ജാതകമാണല്ലോ. അത് അവര് തന്നെ എടുത്തു തന്നതാണ്. അവർക്ക് ഭയങ്കര നിർബന്ധം, ശാസ്ത്രികൾ തന്നെ നോക്കി പൊരുത്തം പറയണമെന്ന്. ലക്ഷ്മി, இந்த காப்பி. നാദാ, എന്നാ അപ്പ ഇന്നും വരില്ലേ? വേറെ വഴിയില്ല, அந்த கவுண்டரோட வீட்டில் ஏறிட்டுப்பா. എന്നാലും മണി 8 ആச்சு. ഇത്ര ലേറ്റ് ആക്ക മാട്ടാ. നീ ഒന്ന് പോയി പാரு. அப்படி பார்த்துட்டு லைப்ரரியிலும் போட்டு தான் வருவேன். அதுக்குள்ள என்ன அன்வேஷிச்சு திவ்யாவே அனுப்பி வைக்காத. കുട്ടിസ്വാമി, 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 ഒന്നിങ്ങോട്ട് വരൂ. ഒരു കാര്യം പറയാനുണ്ട്. കൗണ്ടർ കുട്ടിസ്വാമിയുടെ സ്കൂൾ വരെ ഒന്ന് വരാൻ പറഞ്ഞു. എന്താ, അച്ഛന് വല്ലതും പറ്റിയോ? ഏയ്, സ്വാമിക്ക് പെട്ടെന്ന് ഒരു എന്നാ നാദാ? അപ്പാവക്ക് ഏതോ സുഖമില്ല. എന്നാച്ചു നാദാ? என்னம்மா, அப்பாக்கு என்னாச்சு? എന്നോട് ഒന്ന് ചൊല്ലാമ പോരെ? ഞാൻ ഇപ്പൊ പറയുമ്പോ എഴുതിടപ്പാ അപ്പാ. കണ്ണു തുറന്നിട്ട് എഴുതിടപ്പാ.
ചിതയെരിയും പടിഞ്ഞാറൻ മാനത്ത് കളിമൺ കുടമുടയ്ക്കാൻ കാത്തു നിൽക്കും കാർമുകിലെ പകലിൻ ചിതയെരിയും പടിഞ്ഞാറൻ മാനത്ത് കളിമൺ കുടമുടയ്ക്കാൻ കാത്തു നിൽക്കും കാർമുകിലെ പലവട്ടം പെയ്തു തോർന്നു പെരുമഴ കണ്ണീർ കാതും സ്വയം മറന്നിനി ഉറങ്ങൂ മനസ്സേ ശാന്തമാകൂ കതിർനെല്ലു വിളഞ്ഞ പാടം കന്നിയിൽ കൊയ്തേ തീരൂ യവനിക മൂടും നേരം കളിവട്ടം നിന്നേ തീരൂ കതിർനെല്ലു വിളഞ്ഞ പാടം കന്നിയിൽ കൊയ്തേ തീരൂ യവനിക മൂടും നേരം കളിവട്ടം നിന്നേ തീരൂ മണ്ണുകൊണ്ടുള്ള ശില്പം മണ്ണായി മാഞ്ഞടിയും മാനുഷ ജന്മമെല്ലാം മായ പോൽ പോയി മറയും മണ്ണുകൊണ്ടുള്ള ശില്പം മണ്ണായി മാഞ്ഞടിയും മാനുഷ ജന്മമെല്ലാം മായ പോൽ പോയി മറയും മാനുഷ ജന്മമെല്ലാം മായ പോൽ പോയി മറയും പകലിൻ ചിതയെരിയും പടിഞ്ഞാറൻ മാനത്ത് കളിമൺ കുടമുടയ്ക്കാൻ കാത്തു നിൽക്കും കാർമുകിലേ प्रकृति शरीराणां विकृतिर्जीवितमुच्यते बुद्धये കരിങ്കല്ലിൻ മതിലകത്ത് പാഴ്കിണറിൽ ഒളിച്ചാലും കരിങ്കല്ലിൻ മതിലകത്ത് പാഴ്കിണറിൽ ഒളിച്ചാലും കാലം വന്നു വിളിക്കുമ്പോൾ കണ്ടില്ലെന്നു പറയാമോ മുഷിഞ്ഞൊരു വേഷം മാറ്റി പുതുമുണ്ടു ചുറ്റി വരും ഉഷസിന്റെ പൂമുഖത്ത് ഈ തുടിക്കുന്ന ദേഹിയെല്ലാം ഉഷസിന്റെ പൂമുഖത്ത് ഈ തുടിക്കുന്ന ദേഹിയെല്ലാം പകലിൻ ചിതയെരിയും പടിഞ്ഞാറൻ മാനത്ത് കളിമൺ കുടമുടയ്ക്കാൻ കാത്തു നിൽക്കും കാർമുകിലെ പലവട്ടം പെയ്തു തോർന്നു പെരുമഴ കണ്ണീർ കാവ്യം സ്വയം മറന്നിനി ഉറങ്ങൂ മനസ്സേ ശാന്തമാകൂ മനസ്സേ ശാന്തമാകൂ ஆனாலும் நமக்கு யாருமே இல்லைன்னு எனக்கு இப்பதானம்மா மனசிலாச்சு உன்னோட ஆத்துலேருந்து யாருமே வரல அப்பாவுக்கும் யாருமே இல்லை നാഥാ ഇവളെ പ്രസവിച്ച സമയത്തില് എന്നോട് அப்பா இருந்துட்டா 16 வருஷம் முன்னாடி புள்ளப்போருக்கு வீட்டுக்கு போனப்போ எல்லாருமா இவளை இந்த பிஞ்சு குழந்தைய பழிச்ச ശപിച്ച அது உங்க அப்பாவுக்கு சகிக்கல പിന്നെ ഒരു നിമിഷം കൂടി അങ്ങ് നിക്കല ഇവൾ பிறந்த 2ஆம் நாளைக்கு என்னை கூட்டிட்டு வந்துட்டா அந்த பந்தமே அப்படி அழிஞ்சு போயிடுச்சு இனிமே அதை பத்தி யோசனை பண்ணி என்ன பிரயோஜனம் அண்ணா
സ്വാമി, കുട്ടിസ്വാമി, ആരുമില്ല ഇവിടെ. ആ, മുതലാളി ഇതിവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അമ്മ എവിടെ? അകത്തുണ്ട്. ആ, വിശ്വനാഥന് കൗണ്ടർ. ശാസ്ത്രിയുടെ 15 വർഷത്തെ ഗ്രാറ്റുവിറ്റിയും പ്രൊവിഡന്റ് ഫണ്ടുമാണ്. ദയവുണ്ടായി ഇത് സ്വീകരിക്കണം. പുറമെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. സ്നേഹത്തോടെ വേലുച്ചാമി കൗണ്ടർ. നാദാ, ഏത് യോഗമോ അതുதான் നമുക്ക് கிடைக்கும். உனக்கு கம்ப்யூட்டர் படிக்க ஃபீஸ் கட்டணும்னா கடவுள் அதுக்கு ஒரு வழி காட்டாம இருக்காது. ഞാൻ തോറ്റെടുപ്പാ. என்னாச்சும்மா அண்ணாக்கு? ஏதோ பேசுறா. எனக்கு தெரியல. വിശ്വനാഥ അയ്യർക്ക് ഒരു രജിസ്റ്റർ ഉണ്ട്. ഇവിടെ ഒരു ഒപ്പിട്ടുള്ളൂ. ശരി. അമ്മ, എന്നാ നാഥ? അമ്മ, നാളേക്ക് എനിക്ക് ടൗണിൽ ഇന്റർവ്യൂ ആക്കും. ഒരാഴ്ച മുന്നാലെ അവരുടെ എഴുത്താക്കും. നല്ല വേള ഇപ്പോൾ അത് വന്നത്. നാളേക്ക് 11 മണിക്കാക്കും ഇന്റർവ്യൂ. நாளைக்கு நீ எப்படி போவாய்? நவகிரக ஹோமம் பண்ண வேண்டாமா? வாத்தியமா இருக்கட்டே, நேரத்தை வர சொல்றேன். நீ தோட்டத்துக்கு போய் 2 லோடு தூத்துக்குடிக்கு அனுப்பு. சரி முதலாளி. இந்த கருப்புசாமி கிட்ட என்ன வந்து பார்க்க சொல்லு. நீ எப்ப போறாய் கோயம்புத்தூருக்கு? நான் ஒரு 11 மணிக்கு போவேன். சாயங்காலம் பார்க்கலாம். சரி சரி. മോൾ തങ്കം, വരുന്നു. അങ്ങ നീ என்ன பண்ணிட்டு இருக்காய்? ഉച്ചക്ക് ഞാൻ കഴിക്കാനുണ്ടാവില്ല. ശാസ്ത്രികളുടെ അടിയന്തരത്തിന് പോണം. ഓ, അതിന് ക്ഷണമുണ്ടോ? ക്ഷണമില്ല, ആണാലും പോണം. അവിടെ പോയി ഒരു പിടി ചോറുണ്ണണം. അത് ശാസ്ത്രികളുടെ ബഹുമാനം കൊണ്ടാ. നാനും ഉച്ചക്കുണ്ടാവില്ല, രാത്രി വരും. ശരിയാ മാനെ. രാത്രി എന്തായാലും 2 പേരും ഉണ്ടാവും. ആ, நாதா, நீ வரதுக்கு ரொம்ப நேரம். சாப்பிட்டுட்டு போ. ഞാൻ വന്നിട്ട് സായങ്കാലം സാപ്പിടുறேம்மா. വാദ്യാർമാർ എഴുന്നേൽக்கிறதுக்குள்ள ലേറ്റ് ആയിടും. ഇന്റർവ്യൂക്ക് പോണം. திவ்யா,
അണ്ണാവുക്ക് கொஞ்சம் കാപ്പി കൊടു. വേണ്ടമ്മ. ഫയൽ കൊടു. പറ്റുമാ? നാദാ എത്രേ? 10 രൂപ സാർ. ഇന്നലത്തെ ക്ലോസിംഗ് ബാലൻസ് കിട്ടാൻ ചെയ്തിട്ടില്ലേ? എക്സ്ക്യൂസ് മീ, ഞാൻ ഇന്റർവ്യൂവിന് വന്നാ. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യും. താങ്ക് യു. ശരി. എക്സ്ക്യൂസ് മീ സർ. യെസ്. യുവർ നെയിം? വിശ്വനാഥൻ. പ്ലീസ് കം. GM is there. സർ, ഇയാളും ഇന്റർവ്യൂവിന് വന്നതാ. ഗുഡ് മോർണിംഗ് സർ. ഓ ഐ സി. സോറി മിസ്റ്റർ വിശ്വനാഥൻ, നിങ്ങൾക്ക് ഇതിനു ശേഷമുള്ള കത്ത് ലഭിച്ചില്ലേ? MD അൺഎക്സ്പെക്ടഡ് ആയി ടൂറിന് പോകേണ്ടി വന്നു. ഇന്റർവ്യൂ ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനുവേണ്ടി വരുന്ന മൂന്നാമത്തെ ആളാണ്. ഓക്കെ സർ. എനിക്ക് ഈ കത്ത് ഇന്നലെ ലഭിച്ചുള്ളൂ. അപ്പൊ മറ്റേ കത്ത് ഒരാഴ്ച കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. എന്നാണ് ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത്? നെക്സ്റ്റ് ഫ്രൈഡേ 30th. ഓക്കെ, താങ്ക് യു. ഓക്കെ. நாதா எப்படி இருந்தது இன்டர்வியூ? இன்டர்வியூ 1 வீக் போஸ்ட்போன் பண்ணியிருக்கா. அந்த லெட்டர் எனக்கு கிடைக்கல. வெறுமனே அது வரை போனேன். பரவாயில்ல. கவுண்டர் வந்திருந்தா சாப்பிட்டு போலாம்னு நான் சொன்னேன். அவர் சாப்பிட்டா போறப்ப சொன்னேன் உனக்கு டீச்சரா வேலை கொடுக்குறேன்னு. அது வேண்டாமா, போதும். இனிமே பிக்ஷை வேண்டாம், யாரோடும் பிக்ஷை வேண்டாம். நான் இப்ப வரேன். நாதா, நாதா, அண்ணா. വിഷ്ണുവാടാ, വാ വാ. കൗണ്ടറെ, യാചിക്കുന്നവനെ ഭിക്ഷ നൽകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്നെ പോലുള്ള ഭിക്ഷക്കാർ ചിലപ്പോൾ അത് നിരസിച്ചെന്ന് വരും. ഉച്ചിഷ്ടം നിന്ന് ശീലമുള്ളവനാണെന്ന് അറിയാം. പക്ഷെ അത് ശാസ്ത്രികളുടെ വീട്ടിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. വേണമെങ്കിൽ വീട് ഒഴിഞ്ഞു തന്നേക്കാം. തന്റെ ഔദാര്യങ്ങളൊന്നും ഇനി വേണ്ട. ശാസ്ത്രികളുടെ കുടുംബം പോറ്റാൻ ഇപ്പൊ എനിക്ക് കഴിയും. ഇനി ആ കാരണവും പറഞ്ഞ മുറ്റത്തേക്ക് വരരുത്. നീ ആരോടെ സംസാരിക്കുന്ന അറിയാമോ? നീ എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോ. സ്വന്തം അമ്മയെ പറ്റി പറയാതെ ഇറങ്ങി പോടാ. നിന്റെ ഈ ചീഞ്ഞ കണ്ണുകളിലൂടെ അവരെ നീ നോക്കരുത്. നിന്റെ മനസ്സ് നിറയെ വിഷം. ഇത്രയൊക്കെ ഈ മുറ്റത്തുനിന്ന് പറഞ്ഞിട്ട് അവനിവിടെ നടന്നു പോകുന്നത് മുതലാളിക്ക് ക്ഷീണമാ. നെറികെട്ടവൻ. അവനെ ഈ കൈകൊണ്ട് വകവരുത്താൻ എനിക്ക് എത്ര നേരം വേണോടാ? പോട്ടെ, ജീവിച്ചു പോട്ടെ. അവൻ എന്നോട് ഈ യുദ്ധം തുടങ്ങിയിട്ട് നാള് കുറെ ആയി. അവൻ അനുഭവിക്കുന്ന ഈ വേദന തന്നെ അവന് ഏറ്റവും വലിയ ശിക്ഷ. ഒരു ബ്രഹ്മഹത്യ കൂടി എന്റെ പാപങ്ങളുടെ പട്ടികയിൽ ഇനി വേണ്ട. ശാസ്ത്രികളുടെ മകനല്ലേ, ജീവിച്ചു പോട്ടെ. വീട്ടിന്റെ മുകളിൽ വട്ടവിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറേ. ഇവനെ ആർക്കും മനസ്സിലായിരുന്നില്ലല്ലോ. என்னாச்சு? நாதா, തൊടാതെ, എന്നെ തൊടാതമ്മ. കുളിക്കണം, അവനെ കണ്ട കുളിക്കണം. അവനെ കണ്ട കുളിക്കണം അമ്മ, കുളിക്കണം. നീ എന്നെ കാട്ടേ. ദിവ്യ, എന്നമ്മാ? അവനെ കണ്ട കുളിക്കണം. ദിവ്യ, നീ പോയി തോർത്തെടുത്തിട്ട് വാ. നാദാ, என்ன பண்ற? நாதா, நாதா, வேண்டாம்.
കണ്ടുപിടിപ്പോ என்னதா நீ எங்க போயிருந்தே? இப்பதானே இங்க தூங்கிட்டு இருந்த. என்ன இந்த மாதிரி இருக்க? நான் அவனை கொன்னேன். ஆறு கொன்னாய்? அந்த கவுண்டரை. அவனுக்கு பிரச்சனை இருக்காது, நம்ம நிம்மதியா இருக்கலாம். என்னடா சொன்ன? இத்தனை வருஷமா நம்ம குடும்பத்துக்கு உதவி பண்ணிட்டு இருந்தவரே கொன்னுட்டியா? பாபி, சத்தியமா சொல்லு, நீ என்ன பண்ணிட்டு வந்திருக்காய்? சொல்லுடே. கொன்னுட்டு வந்தேன். ஏமா நீ எதுக்கு வருத்தப்படுறாய்? அவர் என்ன உனக்கு வேண்டியவரா? பைத்தியமா பேசாத. உங்க அப்பா இருந்ததுக்கு அப்புறம் நமக்கு ஆறு இருக்காங்க. அந்த பெரியவர் தான் பெரியவர். என்ன அவரை கல்யாணம் பண்ணிக்க போறியா? உன்னைய வச்சுக்க போறாரா? என்னடா சொன்ன? இன்னொரு வாட்டி கூட சொல்லு. நான் சொன்னது கேட்கலையா? நீ அவனை கல்யாணம் பண்ணிக்க போறியா? என்னடா சொன்ன? நீ அவன் வச்சுக்க போறியா? என்ன நினைச்சிட்டு இருக்காய்? உன்னை பெற்ற பாவத்துக்கு இந்த மாதிரி நிலைமை எந்த தாய்க்கும் வரக்கூடாது. நீ இந்த மாதிரி பண்ணிட்டியடா பாவி. எதுக்கு நீ உயிரோட இருக்குன? இந்த வீட சாம்பலாக்கிடும். അമ്മേ അമ്മേ என்ன கணேஷா? അമ്മേ നാഥൻ. கணேஷா, എനിക്കൊന്നും അറിയില്ല. രക്തത്തിൽ കുളിച്ചു വന്നത് കിടക്കുന്നു. അമ്മ, നാഥൻ കൗണ്ടറെ അടിച്ചു വീഴ്ത്തി. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഏത് സമയവും കൗണ്ടറുടെ ആൾക്കാർ ഇവിടെ വരും. അതിനു മുമ്പ് അമ്മ കൗണ്ടർ ഒന്ന് പോയി കാണണം. ഞാൻ പോയി പോലീസിനെ വിവരം അറിയിക്കാം. ദിവ്യ, അണ്ണ വെളിയില് പോവുമ്പോ പാത്തുക്കോ. என்னாச்சுன்னா? அம்மா கவுண்டர் வீட்டுக்கு போயிருக்கா. அண்ணா நில்ல.
ഏയ് നില്ല്. பெரியவரே பெரியவரே என்னம்மா? நான் உங்ககிட்ட கொஞ்சம் பேசணும். சொல்லுங்கம்மா. நான் உங்ககிட்ட மன்னிப்பு கேக்குறேன். என் மக செஞ்ச தப்புக்கு மன்னிச்சிடுங்கோ. ரொம்ப பெரியவங்க, பெரிய மனசோட எங்க குடும்பத்துக்கு எத்தனையோ உதவி பண்ணிருக்குங்க. அதுல என் மக உங்களை ஆமா அவனை ஒன்னும் செய்யாதீங்க. நீங்க ஒன்னும் பயப்பட வேண்டாம். எனக்கு அவனை ஒன்றும் பண்ண முடியாது. அவன் சாஸ்திரிகளோட புள்ள இல்லவா? நன்றி, ரொம்ப நன்றி. என்னவா இருந்தாலும் அவனை நல்ல டாக்டரை காட்டணும். எல்லாம் சரியாகும். அவன் இப்ப எங்க இருக்கா? வீட்டில் இருக்கான். எனக்கு பயமா இருக்கு. என்ன பண்ணணும்னு தெரியல. கவலைப்பட வேண்டாம், நான் கூட வரேன். வேண்ட பெரியவரே. பரவாயில்ல, நான் வரேன். போனா முதலாளி. அந்த கார் எடுத்து வெளியே போடு. செல்லு. சரி முதலாளி. நான் அந்த வரேம்மா. சொல்லுங்க கேளுங்க கண்ணா. என்னாச்சுன்னா என்னப்பா சொல்லு. என்ன அதான் അമ്മ ഡോക്ടർ. നമസ്തേ. വിശ്വനാഥൻ നാദാ വേണ്ട, ഉറങ്ങിക്കോട്ടെ. മരുന്നുകൾ ഫലിച്ചു വരുമ്പോ സ്വഭാവത്തിൽ മാറ്റം വന്നോളും. ഇയാൾ ഈ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചികിത്സിക്കാമായിരുന്നു. ഇറ്റ്സ് എ സിവിയർ ഫോം ഓഫ് പാരനോയ. ഡോക്ടർ കൃഷ്ണമൂർത്തി ഒന്ന് കണ്ടോളൂ. ഡോക്ടർ, എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടില്ലേ? ഇറ്റ്സ് എ ഡേഞ്ചറസ് സ്റ്റേറ്റ് നൗ. പാരനോയ്ഡ് സൈക്കോസിസ്. മധു, ഹൗ ആർ യു? വീട്ടിൽ പോണ്ടേ? വീട്ടിലാകെപ്പാട പ്രശ്ന. ഞാൻ ഇവിടെ കഴിഞ്ഞോളാന്നേ. ശരി എന്നാ. ആ പിന്നെ തിരുവനന്തപുരം തന്നെയല്ലേ ഇപ്പോഴും തലസ്ഥാനം? അതെ, ശരിയാണ്. അല്ല, തൃശ്ശൂരാക്കി മാറണമെന്ന് ഞാൻ CM നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആക്കും. അല്ല, ആക്കുന്ന അങ്ങനെ വെറുതെ പറഞ്ഞിട്ടുണ്ടായല്ലോ. നമുക്ക് അങ്ങനെ ശരിയാക്കാന്ന് വെറുതെ പറഞ്ഞിട്ടുണ്ടായല്ലോ. തൃശ്ശൂര് തന്നെ ആക്കണം. എന്നിട്ട് വഴി തൃശ്ശൂര് തന്നെ തലസ്ഥാനം. ശരിക്കും എന്താണ്? മോന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമായിരുന്നുള്ളൂ. ഉറക്കം ശരിയാവാനും ആശങ്ക അകറ്റാനും മരുന്ന് തുടങ്ങിയിട്ടുണ്ട്. അതും മെല്ലെങ്ങ് നിർത്താം. പിന്നെ സൈക്കോ സജഷൻ, അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. സംശയങ്ങളും ആശങ്കകളും എല്ലാ മനുഷ്യരിലുണ്ട്. ചിലർ പ്രകടമാക്കുന്നു, ചിലർ മൂടി വയ്ക്കുന്നു. പിന്നെ ഈ കേസിൽ നിങ്ങളോടുള്ള അമിതമായ സ്നേഹം, അച്ഛന്റെ മരണം, ഇതെല്ലാം ഒരുതരം ഇൻസെക്യൂർ ഫീലിംഗ് വിശ്വനാഥനിലുണ്ടാക്കി. നിങ്ങളുടെ നാട്ടിലുള്ള കൗണ്ടർ അയാളോട് നിങ്ങൾക്ക് ബഹുമാനവും ഇഷ്ടവുമാണ് എന്നതാണ് വിശ്വനാഥനെ കൂടുതൽ വിഷമത്തിലാക്കിയത്. അയാളുടെ ദുർനടപ്പ് നാട്ടിലൊക്കെ പാട്ടാണല്ലോ. ഒരിക്കലും അയാളെ പുകഴ്ത്തേ പരാമർശിക്കുക ചെയ്യരുത്. അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അമ്മ വിശ്വനാഥന്റെ സ്റ്റുഡന്റ് ആണ് ഗായത്രി, അവളുടെ അച്ഛൻ. നമസ്കാരം. ഇത് നാഥന്റെ അമ്മ അനിയത്തി. ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തതയാണ്. നാഥ, നാഥ, മോനെ. Come on, don't make a scene. Hey, don't cry. വരൂ, we'll go. വരൂ, come, പോകാം.